ഇരിക്കൂ, സുജാത പറഞ്ഞു. ഹേമന്ത് ഉള്ളിലുള്ള പരിഭ്രമം പുറത്ത് കാണിക്കാതെ ഒരു കസേരയിലേക്ക് ഇരുന്നു. രജനിയുടെ അമ്മയെ കാണാനാണ് വന്നത്. പക്ഷേ വീട്ടിലുള്ളത് അവളുടെ ചേച്ചി. അനിയത്തിയും ചേച്ചിയും കൂടി എന്തോ പദ്ധതിയിട്ട ലക്ഷണമുണ്ട്. സുജാത ഇരുന്നില്ല. പക്ഷേ അവൾ എതിരെയുള്ള കസേരയുടെ പിന്നിൽ വന്നു നിന്നുകൊണ്ട് ഹേമന്തിനെ നോക്കി. എന്നെ മനസ്സിലായോ? അവൾ ചോദിച്ചു. രജനിയുടെ ചേച്ചി? അതെ, സുജാത. എൻ്റെ കാര്യങ്ങൾ അവൾ പറഞ്ഞു കാണുമായിരിക്കുമല്ലോ. പറഞ്ഞിട്ടുണ്ട്, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് ജോലി ചെയ്യുന്നതെന്ന്. അതെ, ഇന്ന് ഞാൻ ലീവ് എടുത്തു, ഹേമന്തിനെ കാണാനും സംസാരിക്കാനും. നിങ്ങളെക്കുറിച്ച് അവൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം. രജനി ഈ ചതി ചെയ്യുമെന്ന് ഹേമന്ത് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചതല്ല. അവളെല്ലാം ചേച്ചിയോട് പറഞ്ഞിരിക്കുന്നു. അമ്മയ്ക്ക് പകരം ചേച്ചിയെ വീട്ടിലിരുത്തിയിട്ട് അവൾ ഒന്നും അറിയാത്ത മട്ടിൽ. സുജാത അയാളെ ഒന്ന് നോക്കി. രജനിയെ ഞാൻ ഇനി കുറ്റപ്പെടുത്തില്ല. ഹേമന്തിനെ പോലൊരു ചെറുപ്പക്കാരൻ്റെ സ്നേഹം സാധാരണഗതിയിൽ ഒരു പെണ്ണിന് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ആ സ്നേഹം അതിർത്തികൾ ലംഘിക്കാൻ പാടില്ലായിരുന്നു. ചേച്ചി, ഹേമന്തിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. സ്വയം നിയന്ത്രിക്കേണ്ടത് സ്ത്രീയാണ്. അവളുടെ സുരക്ഷയുടെ കാവൽക്കാരി അവൾ തന്നെയാണ്. ഒരുപാട് സ്ത്രീകൾക്ക് ഇത്തരം അബദ്ധം പറ്റുന്നുണ്ട് ഈ ലോകത്ത്. അതിലൊരാളായി പോയി എൻ്റെ അനുജത്തിയും. പോട്ടെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അടുത്ത നീക്കത്തെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ കുറച്ച് ദിവസം മുമ്പ് വന്ന് അമ്മയെ കണ്ടിരുന്നു. സ്വയം ന്യായീകരിക്കാനായി ഹേമന്ത് പറഞ്ഞു. അതും ഞാൻ അറിഞ്ഞിരുന്നു. ചേച്ചിയെ നിർത്തിയിട്ട് അനിയത്തിയെ കല്യാണം കഴിച്ചുവിടാൻ പറ്റത്തില്ലെന്ന് അമ്മ പറഞ്ഞു, അല്ലേ? അതെ, അയാൾ ആശ്വാസത്തോടെ തലകുലുക്കി. വെറുമൊരു ആഗ്രഹം ഹേമന്ത് വന്ന് പറഞ്ഞതാണെന്നേ അമ്മയ്ക്ക് മനസ്സിലായുള്ളൂ. പ്രശ്നം പക്ഷേ ഗുരുതരമാണെന്ന് നമ്മൾ 3 പേർക്കും അല്ലേ അറിയൂ. ഇക്കാര്യം അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അനിയത്തി ഇന്ന് ജീവനോടെ ഇരിക്കുമായിരുന്നില്ല. അമ്മ മണ്ണെണ്ണ ഒഴിച്ച് അവളെ കത്തിച്ചേനെ. സ്ത്രീ പീഡനത്തിന് നിങ്ങൾ ജയിലിലുമായേനെ. അവൾ പറഞ്ഞത് കേട്ട് അയാളൊന്ന് ഞെട്ടി. ഭാഗ്യത്തിന് അതൊന്നും ഇതുവരെ സംഭവിച്ചില്ല. പക്ഷേ എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചു കൂടായികയില്ല. ഹേമന്തിൻ്റെ തൊണ്ട വരണ്ടു. അമ്മയോട് ഞാൻ സംസാരിക്കാം. പക്ഷേ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് മാത്രം പറയില്ല. പറഞ്ഞാൽ ഇവിടെ ഭൂകമ്പമുണ്ടാക്കും. എൻ്റെ കല്യാണത്തിന് ശേഷം മതിയെന്ന് അമ്മ എതിർത്തേക്കും. ആ എതിർപ്പ് ഇല്ലാതാക്കാനുള്ള ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തു വഴി? ഒരു ദിവസം തന്നെ അവളുടെയും എൻ്റെയും കല്യാണം. അതിന് അമ്മ സമ്മതിക്കും? അതിന് ചേച്ചിക്ക് വിശ്വാസം വരാതെ അയാൾ ചോദിച്ചു. ഉണ്ട്, ഒരാൾ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. ഞാനൊന്ന് മൂളിയാൽ മാത്രം മതി. ഉടനെ എനിക്ക് കല്യാണം വേണ്ടെന്നായിരുന്നു ചിന്ത. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ എമർജൻസി വന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് മാറ്റി. രക്ഷപ്പെടാനുള്ള ഒരു വാതിൽ കൂടി അടഞ്ഞെന്ന് ഹേമന്തിന് മനസ്സിലായി. ഇവൾ പറയുന്നതെല്ലാം സമ്മതിച്ച് സ്ഥലം വിടുന്നതാണ് ബുദ്ധി. പിന്നത്തെ കാര്യം പിന്നെ ആലോചിക്കാം. ഞാൻ എന്തിനും തയ്യാറാണ്. എന്തു വേണമെന്ന് ചേച്ചി പറഞ്ഞാൽ മാത്രം മതി. അയാൾ ആത്മാർത്ഥതയുള്ള ഒരു കാമുകൻ്റെ ഭാഗം അഭിനയിച്ചു. അത് കേട്ടാൽ മതി എനിക്ക്. ബാക്കിയെല്ലാം ഞാൻ പ്ലാൻ ചെയ്തോളാം. അവൾക്കിപ്പോൾ 2 മാസമായി. എങ്ങനെയെങ്കിലും 1 മാസം കൂടി തള്ളി നീക്കാം. പക്ഷേ അത്രയും സമയം എടുക്കണ്ട. ഇനി തീയതി 7. ഈ മാസം 30 ഞായറാണ്. അന്ന് നമ്മൾ കല്യാണം നടത്തുന്നു. 3 ആഴ്ചയിലേറെ സമയമുണ്ട്. മതി, അതിനുള്ളിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴി കണ്ടുപിടിക്കാം. കല്യാണം എവിടെ വെച്ച് നടത്തുമെന്നാണ് അയാൾ സൂത്രത്തിൽ ചോദിച്ചു. അമ്പലത്തിൽ വെച്ച് മതി. അത്യാവശ്യം ബന്ധുക്കൾ. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് 10ഓ 15ഓ. ഹേമന്തിൻ്റെ ഭാഗത്തു നിന്ന് 20ഓ 25ഓ ആകാം. എൻ്റെ വരന് കാര്യമായി ബന്ധുക്കളൊന്നുമില്ല. അവർ 10 പേരിലധികം വരില്ല. എല്ലാം കൂടി 50 പേർ. അവൾ കണക്കുകൂട്ടി. അത് മതി, നമുക്ക് വലിയ ആർഭാടമൊന്നും വേണ്ട. ഹേമന്ത് യോജിച്ചു. ഞായറാഴ്ച കല്യാണം. തിങ്കളാഴ്ച നമ്മൾ കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് രജനിയെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നാട്ടിലുള്ള ഏതെങ്കിലും ഇലക്ട്രിക്കൽ ഷോപ്പിൽ അവൾക്ക് ജോലി മേടിച്ചു കൊടുക്കാമല്ലോ. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലേ? അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ചേച്ചി. വേണമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ കല്യാണം നടത്താമായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് സംശയം തോന്നും. അതുകൊണ്ടാണ് 2-3 ആഴ്ച സമയമെടുത്ത്. സൂത്രത്തിൽ അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ച് കല്യാണം കഴിഞ്ഞ ശേഷം അവൾ 3 മാസം ഗർഭിണിയാണെന്ന് അമ്മയറിഞ്ഞാലും വലിയ കുഴപ്പമില്ല. അത് ബുദ്ധിയാണ്. അയാൾ സുജാതയെ അഭിനന്ദിച്ചു. അവൾക്ക് അത് ഇഷ്ടമായി. ഹേമന്ത് ഇക്കാര്യം എങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കും? 3 ആഴ്ചക്കുള്ളിൽ കല്യാണം നടത്തണമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? സംശയം തോന്നത്തില്ലേ? ഇല്ല ചേച്ചി, ഞാൻ കല്യാണം കഴിക്കാത്തതിൽ വലിയ വിഷമത്തിലാണ് 2 പേരും. നീ എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വാടാ എന്ന് വരെ അമ്മ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് വന്നിട്ടുള്ള ആലോചനകൾ മുഴുവൻ ജാതക ചർച്ചയില്ലാത്തതുകൊണ്ട് തള്ളിപ്പോയിട്ടുണ്ട്. അത് നന്നായി. ചേരേണ്ടവർ തമ്മിൽ എപ്പോഴായാലും ചേരും. ഹേമന്ത് ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ, ഒന്നും വേണ്ട ചേച്ചി, ഇനിയും ഞാൻ വരുമല്ലോ. അയാൾ ഒഴിഞ്ഞു. അത് പറ്റില്ല. ഇത്രയും നേരം ഇരുന്നില്ലേ? ഒരു 5 മിനിറ്റ് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. 5 മിനിറ്റല്ല, അരമണിക്കൂർ നേരം കൂടി ഇരിക്കാൻ ഹേമന്ത് തയ്യാറായിരുന്നു. കാരണം രജനിയേക്കാൾ സുന്ദരിയാണ് സുജാത. വെറുതെ കണ്ടുകൊണ്ടിരുന്നാലും ഒരു സുഖമാണ്. ഉടൻ തന്നെ ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് സുജാത അയാൾക്ക് കൊടുത്തു. നല്ല ചായ. രജനിക്കും ഈ കൈപ്പുണ്യമുണ്ടോ? ഒരു കവിൾ കുടിച്ചിട്ട് അയാൾ ചോദിച്ചു. ഇവിടെ വന്നപ്പോഴൊന്നും അവൾ ചായ ഉണ്ടാക്കി തന്നില്ലേ? പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു. അയാൾ ചിരിച്ചതേയുള്ളൂ. അതിനൊക്കെ എവിടെ നേരം, അല്ലേ?
പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് സുജാതയ്ക്ക് തോന്നിയത്. ചായ കുടിച്ചിട്ട് അയാൾ ഗ്ലാസ് തിരിച്ചു നൽകി. അപ്പോൾ ഞാൻ ഇറങ്ങുകയാ. ഹേമന്ത് എഴുന്നേറ്റു. വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും വിവരം പറയുന്നത് എപ്പോഴാ? അവൾ ചോദിച്ചു. ഞായറാഴ്ച ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്. അന്ന് തന്നെ അവളെ വിളിച്ച് തീരുമാനം അറിയിക്കണം, സുജാത ആവശ്യപ്പെട്ടു. ഞാൻ വിളിക്കാം. ശരി, പോയിട്ട് വരൂ. ഹേമന്ത് യാത്ര പറഞ്ഞിറങ്ങി. അയാൾ നേരെ വയറ്റിലേക്കാണ് പോയത്. രജനിയെ കണ്ടിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ അവൾ സംശയിക്കില്ലേ? ബസ്സിലിരുന്നപ്പോൾ ഭാവി പരിപാടികളെക്കുറിച്ചാണ് അയാൾ ഓർത്തത്. ഒരു കാരണവശാലും രജനിയെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അവൾ അബോർഷന് തയ്യാറാവുന്നില്ലെങ്കിൽ സകല പദ്ധതികളും തെറ്റും. കാർത്തികയുമായുള്ള കല്യാണം നടക്കില്ല. പകരം രജനിയെ ഭാര്യയാക്കേണ്ടി വരും. അതിനെക്കുറിച്ച് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. തൽക്കാലം നാട്ടിൽ നിന്ന് ഒന്ന് മാറി നിൽക്കേണ്ടി വരും. എന്തായാലും തക്ക സമയത്ത് ജയശങ്കറിന്റെ വിളി വന്നത്. ഒരു നിവൃത്തിയുമില്ലെങ്കിൽ കൽക്കത്തയിൽ പോയി അവൻ്റെ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിക്കാം. ഒരു കുഞ്ഞുപോലെ അറിയില്ല താൻ കൽക്കത്തയിലുണ്ടെന്ന്. എല്ലാം ഒന്ന് അടങ്ങുമ്പോൾ തിരിച്ചു വരാം. അവിടെ സുഖമാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണമെന്നില്ല. പക്ഷേ പോകും മുമ്പ് ഒരു മോഹം കൂടി നടപ്പിലാക്കാനുണ്ട് ശ്രീജ. അവളുടെ ഇതുപോലെ ശരീരവടിവുള്ള ഒരു പെണ്ണിനെയും ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. അവളെ വേണം ഒരു തവണയെങ്കിലും. കൽക്കത്തയിലേക്ക് പോകേണ്ടി വന്നാൽ അതിനു മുമ്പ് ആ ആഗ്രഹവും സാധിക്കണം. 3 ആഴ്ചത്തെ സമയമുണ്ട്. ഹേമന്ത് ബസ്സിറങ്ങി എക്സലൻ്റ് ഇലക്ട്രിക്കൽസിൻ്റെ ഓഫീസിലേക്ക് ചെന്നു. രജനി അയാളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ട് അവളുടെ മുഖത്ത് ഉത്കണ്ഠ നിറഞ്ഞു. നീ പറഞ്ഞത് അമ്മ വീട്ടിലുണ്ടെന്നല്ലേ? പക്ഷേ നിന്റെ ചേച്ചിയെ അവിടെ ഉണ്ടായിരുന്നത്, നീരസത്തോടെ അയാൾ പറഞ്ഞു. അയ്യോ ഹേമേട്ടാ, അത് ചേച്ചി ചെയ്ത പണിയാ. ഞാൻ അറിഞ്ഞ കാര്യമല്ല അതൊന്നും. അമ്മയെ കാണാൻ ഹേമേട്ടൻ ഇന്ന് വരുമെന്ന് മാത്രമേ ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നുള്ളൂ. അവൾ നിരപരാധിത്വം പ്രകടിപ്പിച്ചു. നിന്റെ കല്യാണക്കാര്യം നിന്റെ അമ്മയോടല്ലേ സംസാരിക്കേണ്ടത്? നിന്റെ ചേച്ചി എല്ലാം തീരുമാനിച്ചു. ഈ മാസം 30-ാം തീയതി അമ്പലത്തിൽ വെച്ച് കല്യാണം. അത് കേട്ടതോടെ രജനിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അത് നല്ല കാര്യമല്ലേ ഹേമേട്ടാ? അതുവരെ ഞാൻ ഈ രഹസ്യം ഒളിപ്പിച്ചാൽ മതിയല്ലോ. നിന്റെ ചേച്ചിക്ക് ആരുമായിട്ടാണോ പ്രേമം? ചേച്ചിക്ക് പ്രേമമോ? അറിയില്ല ഹേമേട്ടാ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവൾ അയാളെ നോക്കി. എന്നാൽ കേട്ടോ, അന്ന് തന്നെ ചേച്ചിയുടെ കല്യാണവും നടക്കും. ആളെ കണ്ടുവച്ചിട്ടുണ്ട്. നിന്റെ അമ്മ സമ്മതിക്കുമോ? അത് എനിക്കറിയില്ല. നിന്റെ അമ്മയോട് മിക്കവാറും ഇന്ന് തന്നെ നിന്റെ ചേച്ചി കല്യാണക്കാരി സംസാരിക്കും. അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് ഉടൻ നീ എന്നെ അറിയിക്കണം കേട്ടോ. അറിയിക്കാമെന്ന മട്ടിൽ രജനി തലകുലുക്കി. ഹേമന്ത് അപ്പോൾ തന്നെ അവിടെ നിന്നിറങ്ങി. അയാൾ സന്തോഷവാനല്ലെന്ന് അവൾക്ക് തോന്നി. അവളുടെ മനസ്സ് കാരണമില്ലാതെ നീറാൻ തുടങ്ങി. വന്ദനയോടൊപ്പം രാത്രി 8 മണിയായപ്പോൾ ശ്രീജ മെസ്സിൽ ചെന്ന് അത്താഴം കഴിച്ചു. കരിഞ്ഞ ചപ്പാത്തിയും വെള്ളവും കൂടുതലുള്ള കിഴങ്ങുകറിയുമാണ് വിളമ്പിയത്. മണമോ ഗുണമോ രുചിയോ ഇല്ലാത്ത ആഹാരമാണ് ഹോസ്റ്റലിൽ കിട്ടുന്നത്. ടൗണിൽ വേറെ താമസ സൗകര്യമില്ല സ്ത്രീകൾക്ക്. സഹിക്കുകയേ നിവൃത്തിയുള്ളൂ. കല്യാണം കഴിഞ്ഞാൽ ഹേമന്തിനോടൊപ്പം ടൗണിൽ തന്നെ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാമല്ലോ എന്ന പ്രതീക്ഷയിലാണ് ശ്രീജ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള ആഹാരമുണ്ടാക്കി കഴിക്കാം. അവൾ റൂമിലെത്തിയപ്പോൾ മൊബൈലിൽ 2 മിസ്ഡ് കോൾ വന്നു കിടപ്പുണ്ടായിരുന്നു. നോക്കിയപ്പോൾ ചെറിയമ്മയുടെ കോളുകളാണ്. അതോടെ അവളുടെ മനസ്സ് മടുത്തുപോയി. എന്തിനാണ് ചെറിയമ്മ വിളിച്ചതെന്ന് അവൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. ഒരേയൊരു കാര്യത്തിനെ അവർ വിളിക്കാറുള്ളൂ. തിരിച്ചു വിളിക്കണോ എന്ന് അവളൊന്ന് ചിന്തിച്ചു. അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് ഇനിയും വിളിക്കും. അവൾ മുറിയിൽ നിന്നിറങ്ങി ഇടനാഴിയിലേക്ക് നിന്നുകൊണ്ട് ചെറിയമ്മയെ വിളിച്ചു. സംസാരം വന്ദന കേൾക്കണ്ട. ഹലോ, നീ എവിടെയായിരുന്നു? 2 തവണ ഞാൻ വിളിച്ചല്ലോ, അധികാരസ്വരത്തിൽ ചെറിയമ്മ പറഞ്ഞു. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയിക്കുമായിരുന്നു ചെറിയമ്മേ. ഞാൻ വിളിച്ചതെന്തിനാന്ന് വെച്ചാൽ അടുത്ത ആഴ്ച സന്ദീപ് മോന് അടുത്ത സെമസ്റ്ററിൻ്റെ ഫീസ് കൊടുക്കണം. നേരിട്ട് അവർ കാര്യത്തിലേക്ക് കടന്നു. ശ്രീജ മിണ്ടിയില്ല. നിനക്കറിയാമല്ലോ പിടുത്തങ്ങളെല്ലാം കഴിഞ്ഞ് നിൻ്റെ അച്ഛന് കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന്. എന്നിട്ടും വീട്ടു ചെലവും അവൻ്റെ ഹോസ്റ്റൽ ഫീസും എൻ്റെ മരുന്നുമെല്ലാം കഴിഞ്ഞ് എല്ലാ മാസവും കടത്തില്ല. നീ അയച്ചു തരുന്നത് അത്ര വലിയ സംഖ്യയല്ലെങ്കിലും എല്ലാം ഒപ്പിച്ച് ഞാനായിട്ടാണ് കടത്തിൽ മുങ്ങാതെ ഒരു വിധത്തിൽ മുമ്പോട്ട് പോകുന്നത്. അവൾക്ക് അരിശം വന്നു. മാസം 10,000 2-ാം തീയതിയോ 3-ാം തീയതിയോ അച്ഛൻ്റെ പേർക്ക് അയച്ചു കൊടുക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 2,000-ഉം 3,000-ഉം ചോദിക്കും. അതും കൊടുക്കും. 12 കൊല്ലം മുമ്പ് അമ്മ മരിച്ചു. അവളും അച്ഛനും മാത്രമായി വീട്ടിൽ. പക്ഷേ 4 വർഷം കഴിഞ്ഞ് അച്ഛൻ വീണ്ടും വിവാഹം കഴിച്ചു. അന്ന് ചെറിയമ്മയുടെ മകൻ സന്ദീപ് സ്കൂളിൽ പഠിക്കുകയാണ്. അവൾ എതിർത്തില്ല. താൻ എന്തെങ്കിലും വിവാഹിതയായി പോകും. അപ്പോൾ അച്ഛന് താങ്ങായി ആരെങ്കിലും വേണമല്ലോ. ദൂർത്തടിക്കുന്ന സ്വഭാവമുള്ളവളാണ് ചെറിയമ്മ എന്ന് മനസ്സിലായപ്പോഴാണ് അവൾക്ക് വിഷമമായത്. അച്ഛന് അവർ ഒരു മനസ്സമാധാനവും കൊടുക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ശമ്പളം കിട്ടുന്നതിൻ്റെ നല്ലൊരു പങ്ക് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണിപ്പോൾ. കവിതച്ചിക്കും പ്രസാദേട്ടനും അതറിയാം. അവർ പലപ്പോഴും അവളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ശ്രീജെ, നീ വിവാഹം കഴിക്കാറായ പെണ്ണാണ്. കുറച്ച് സ്വർണമെങ്കിലും ഇല്ലാതെ അന്തസ്സായി കല്യാണം നടത്താൻ പറ്റുമോ? വീട്ടിൽ നിന്ന് അച്ഛൻ നിനക്ക് ഒരു തരി പൊന്നെങ്കിലും മേടിച്ചു തരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അവിടെ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. കല്യാണത്തിന് വീട്ടുമുറ്റത്തൊരു പന്തലിടാനുള്ള പണം പോലും താൻ മുടക്കേണ്ടി വരും.
ഹേമന്ത് എന്തായാലും ചില്ലിക്കാശ് പോലും സ്ത്രീധനമായോ പോക്കറ്റ് മണിയായോ ചോദിക്കില്ല. അതുമാത്രമാണ് ഒരു ആശ്വാസം. അതുകൊണ്ട് 3-4 ദിവസത്തിനകം നീ ഒരു 20,000 രൂപ അച്ഛൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടേക്കണം. അല്ലെങ്കിൽ സന്ദീപ് പഠിത്തം പാതി വെച്ച് അവസാനിക്കും, ചെറിയമ്മ പറഞ്ഞു. എഞ്ചിനീയറിങ്ങിന് 4ാം സെമസ്റ്റർ കഴിഞ്ഞതേയുള്ളൂ സന്ദീപ്. ഇനി 2 കൊല്ലം കൂടി കഴിഞ്ഞാലേ അവൻ്റെ പഠനം തീരും. കവിതേച്ചിയുടെയും പ്രസാദേൻ്റെയും നിർബന്ധത്തിന് വഴങ്ങി 5 ലക്ഷം രൂപയുടെ ഒരു മാസ ചിട്ടിക്ക് ചേർന്നിട്ടുണ്ട്. ചിട്ടിപ്പണം അടച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും പിന്നെ കയ്യിൽ കാണുകയില്ല. ചെറിയമ്മേ, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെയാ ഞാൻ? അവൾ പറഞ്ഞു തുടങ്ങി. നിനക്കവിടെ കൂട്ടുകാരികൾ കാണുമല്ലോ, അവരോട് ചോദിച്ചാൽ മതി. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് പറ. എത്ര നിസ്സാര മട്ടിലാണ് ചെറിയമ്മ പറയുന്നത്. 20,000 രൂപ തികച്ച് ശമ്പളമായി കിട്ടില്ല, പിന്നെയാണ്. അല്ലെങ്കിൽ നിൻ്റെ കഴുത്തിലൊരു മാലയുണ്ടല്ലോ, അതൊന്ന് പണയം വയ്ക്കേ. ഇക്കാലത്ത് സ്വർണ്ണമാലയിട്ട് നടക്കുന്നത് ബുദ്ധിയല്ല. 200-300 കൊടുത്താൽ സ്വർണം പോലെ തോന്നിക്കുന്ന മാല കിട്ടും, ചെറിയമ്മ ഉപദേശിച്ചു. എന്ത് മറുപടി പറയും അവരോട്? ഞാൻ നാളെ വിളിക്കാം, ആരോടെങ്കിലും ചോദിച്ചു നോക്കട്ടെ. അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ഇക്കണക്കിന് ഹേമന്തിൻ്റെ അച്ഛനെയും അമ്മയെയും കല്യാണം ആലോചിക്കാൻ വേണ്ടി എങ്ങനെ വീട്ടിലേക്ക് പറഞ്ഞുവിടും? ശ്രീജ റൂമിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അവളുടെ മൊബൈൽ വേറൊരു കോൾ വന്നു. നോക്കിയപ്പോൾ പ്രസാദേട്ടനാണ്. സാധാരണ രാത്രി നേരത്തെ പ്രസാദേട്ടൻ വിളിക്കാറില്ലാത്തതാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കവിതേച്ചിയാണ് വിളിക്കാറുള്ളത്. എന്താ പ്രസാദേട്ടാ? അവൾ പെട്ടെന്ന് കോൾ എടുത്തു. ആരെങ്കിലും ഉണ്ടോ നിൻ്റെ അടുത്ത്? നീ ഇപ്പോൾ ഫ്രീ ആണോ? അയാൾ തിരക്കി. ഫ്രീ ആണ്, ഞാൻ റൂമിൽ നിന്ന് വെളിയിലിറങ്ങി നിൽക്കുകയാണ്. 2 ദിവസം ലീവ് എടുക്കാമോ? ഒരു സ്ഥലത്ത് വരെ പോകാനാണ്. ശ്രീജ അമ്പരന്നു. പ്രസാദേട്ടൻ എന്താണ് ഈ പറയുന്നത്? വിശ്വാസം വരാതെ അവൾ മിണ്ടാനാവാതെ നിന്നു. എവിടെ എവിടെ പോകുന്ന കാര്യമാണ് പ്രസാദേട്ടൻ പറയുന്നത്? കുതിച്ചുയരുന്ന നെഞ്ചിരിപ്പോടെ ശ്രീജ ചോദിച്ചു. അതൊക്കെ പറയാം. 2 ദിവസം ലീവ് എടുക്കാൻ തയ്യാറാണോ? അതറിയട്ടെ. എവിടെ പോകാനെന്ന് അറിയാതെ? അത് ശരി, അപ്പോൾ എന്നെ വിശ്വാസമില്ല അല്ലേ? എങ്കിൽ വേണ്ട. അയാളുടെ പരിഭാവസാരം കേട്ടപ്പോൾ അവൾക്ക് വിഷമമായി. ഞാൻ വരാം പ്രസാദേട്ടാ, എനിക്ക് പ്രസാദേട്ടനെ വിശ്വാസമാണ്. അരുതാത്ത ഒരു കാര്യത്തിനും പ്രസാദേട്ടൻ എന്നെ നിർബന്ധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹാവോ, ആശ്വാസമായി. എനിക്കിനി തല ഉയർത്തിപ്പിടിച്ച് കവിതയുടെ മുന്നിൽ നിൽക്കാമല്ലോ. അവൾ പറഞ്ഞത് 2 ദിവസത്തെ ലീവൊന്നും എടുത്ത് നീ വരില്ലെന്നാണ്. ശ്രീജ പെട്ടെന്ന് ആശയക്കുഴപ്പത്തിലായി. എവിടെ പോകുന്ന കാര്യമാണ് പ്രസാദേട്ട പറഞ്ഞത്? അവൾ പെട്ടെന്ന് ചോദിച്ചു. നിലമ്പൂർക്ക് പോകുന്ന കാര്യമാണ്. കവിതയുടെ വീട് അവിടെയാണല്ലോ. അവളുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, ഹോസ്പിറ്റലിലാണ്. അവൾക്കൊന്ന് പോകണം. ഒറ്റയ്ക്ക് പോകാൻ വയ്യ. എനിക്കാണെങ്കിൽ ഓഫീസിൽ നിന്ന് ഒരു ദിവസം പോലും വിട്ടു നിൽക്കാൻ പറ്റാത്ത സമയമാണിത്. ഞാൻ പറഞ്ഞു ശ്രീജയെ കൂടി കൊണ്ടുപോകാൻ. നല്ല ആളാ പ്രസാദേട്ടൻ. എന്നെ പേടിപ്പിച്ച് കളഞ്ഞു. ഞാൻ ഇനി മിണ്ടത്തില്ല. ശ്രീജ പിണക്കം നടിച്ചു. വേണ്ടാത്തതൊക്കെ വിചാരിച്ചത് നീയല്ലേ? 2 ദിവസം ലീവ് എടുക്കാൻ പറ്റുമോ എന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഒക്കെ ശരിയാ, പക്ഷേ അത് പറഞ്ഞതിൻ്റെ രീതി. പ്രസാദേട്ടൻ്റെ ഒരു കള്ളനാ. അയാൾ പൊട്ടിച്ചിരിച്ചു. എന്തെങ്കിലുമൊക്കെ ഒരു രസം വേണ്ടേ ശ്രീജ ജീവിതത്തിൽ? തമാശകൾ എനിക്കിഷ്ടമാണ്. നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ കൂടിയാണ് ഞാൻ അങ്ങനെയൊക്കെ വളച്ചൊടിച്ച്. പക്ഷെ ഒരു കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി. ഹേമന്തിനേക്കാൾ നിനക്ക് എന്നെ വിശ്വാസമാണ്, ശരിയല്ലേ? ശരിയാ പ്രസാദേട്ടാ. എവിടേക്ക് വിളിച്ചാലും ധൈര്യത്തോടെ ഞാൻ വരും, അത് സത്യമാണ്. ഞായറാഴ്ചയോട് ചേർന്ന് 2 ദിവസം ലീവ് എടുക്കാൻ പറ്റുമെങ്കിൽ നാളെ തന്നെ കവിതയെ വിളിച്ച് പറയണം. രാത്രിയിൽ അമൃത എക്സ്പ്രസ് ഉണ്ട്, അതിൽ പോയാൽ രാവിലെ നിലമ്പൂരെത്താം. രാത്രിയിലായതുകൊണ്ടാണ് കവിതയ്ക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടി. ലീവ് എടുക്കാൻ ഒരു തടസ്സവുമില്ല പ്രസാദേട്ടാ. ഞാൻ ലീവ് എടുക്കാറില്ലല്ലോ. എനിക്ക് എവിടെ പോകാനാ? അതുകൊണ്ട് ക്രെഡിറ്റിൽ ഇഷ്ടംപോലെ ലീവുണ്ട്. ഞാൻ കവിതേച്ചിയെ വിളിച്ച് സംസാരിച്ചോളാം. താങ്ക്സ് ശ്രീജ. എനിക്ക് പോകാൻ ഒരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. കവിതേച്ചിയുടെ നാടൊക്കെ ഒന്ന് കാണാമല്ലോ. അപ്പോൾ ഞാൻ കവിതയോട് പറയട്ടെ ശ്രീജ വരുമെന്ന്? പറ പ്രസാദേട്ടാ. ഡേറ്റ് മാത്രമായി ഇനി അറിയിച്ചാൽ മതി. അത് ഞാൻ വിളിച്ച് പറയാം. പ്രസാദ് കോൾ കട്ട് ചെയ്തു. പാവം ശ്രീജ. ആദ്യം അവളൊന്ന് പേടിപ്പിച്ചു. അതും ഒരു രസമല്ലേ? പക്ഷേ ഒരു കാര്യം വ്യക്തമായി, അവളൊരു ശുദ്ധഗതിക്കാരിയാണ്. തന്നെയുമല്ല, അവൾ തന്നെ കണക്കറ്റ് വിശ്വസിക്കുന്നുണ്ട്, സ്നേഹവുമുണ്ട്. അടുക്കളയിൽ അത്താഴമുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കവിത. പ്രസാദ് അങ്ങോട്ട് ചെന്നു. ഞാനിപ്പോൾ ശ്രീജയെ വിളിച്ചു, അയാൾ പറഞ്ഞു. അവൾ എന്ത് പറഞ്ഞു? സമ്മതിച്ചോ? ആകാംക്ഷയോടെ കവിത അയാളെ നോക്കി. അവൾ വരാൻ തയ്യാറാണ്. എന്നാണ് പോകുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി. നേരത്തെ പറയണം കവിതേ. അവൾക്ക് ലീവ് എടുക്കണ്ടേ? രക്ഷപ്പെട്ടു. കൂട്ടിനൊരാളുണ്ടല്ലോ. സത്യത്തിൽ എനിക്ക് പേടിയാ രാത്രിയിൽ തനിച്ചു പോകാൻ. ഇനിയിപ്പം ആ പ്രശ്നമില്ല, ശ്രീജയുണ്ടല്ലോ. കവിതയ്ക്ക് സന്തോഷമായി. എന്നാണ് പോകുന്നത്? ശനിയാഴ്ച രാത്രി പോകാം. പിറ്റേന്ന് രാവിലെ അവിടെ എത്തുമല്ലോ. തിങ്കളും ചൊവ്വയും ലീവ് എടുക്കാൻ അവളോട് പറയാം. കവിത കണക്ക് കൂട്ടി. തിരിച്ച് ഇങ്ങോട്ടെന്നാണ്? ചൊവ്വാഴ്ച രാത്രിയിലുള്ള വണ്ടിക്ക് വരാം. ബുധനാഴ്ച എനിക്ക് ഓഫീസിലും അവൾക്ക് സ്കൂളിലും പോകാം. എങ്കിൽ നാളെ തന്നെ 2 ബർത്ത് ബുക്ക് ചെയ്യട്ടെ? ശ്രീജയോട് ഒന്ന് ചോദിച്ചിട്ട് മതി. ഞാൻ ചോദിക്കാം ഡേറ്റിൻ്റെ കാര്യം. കവിത അപ്പോൾ തന്നെ അവളെ വിളിച്ചു. എന്താ ചേച്ചി? ശ്രീജ ഉടൻ ഫോൺ എടുത്തു. നിലമ്പൂർക്ക് പോകാൻ എൻ്റെ കൂടെ വരാമെന്ന് നീ പ്രസാദേട്ടനോട് പറഞ്ഞോ? പറഞ്ഞു ചേച്ചി. എനിക്കിഷ്ടം പോലെ ലീവുണ്ട്. എങ്കിൽ ശനിയാഴ്ച രാത്രിയിൽ പോകാം. അവിടെ നിന്ന് ചൊവ്വാഴ്ച രാത്രിയിൽ ഇങ്ങോട്ട് തിരിക്കാം. എന്താ?
ചേച്ചി എല്ലാം തീരുമാനിക്കേ, ഞാൻ റെഡിയാണ്. എങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ? ചെയ്തോളൂ. ഹേമന്തിനോട് പെർമിഷൻ മേടിക്കണോ? കവിത ചോദിച്ചു. ശ്രീജ അത് കേട്ട് ചിരിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് പോരെ അനുവാദം ചോദിക്കുന്നത്? മതി, എന്നാലും ഒന്ന് പറഞ്ഞേക്ക്. നാളെ പറയാം. അത് മതി. പിറ്റേന്ന് ബുധൻ. അന്ന് രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് പ്രസാദ് 2 ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഹേമന്തിന് ഒരു മനസ്സമാധാനവും കിട്ടിയില്ല. രജനി ഒരു സർപ്പത്തെ പോലെ കഴുത്തിന് ചുറ്റും മുറുകുകയാണ്. കുടഞ്ഞെറിഞ്ഞ് കളയാൻ യാതൊരു നിർവാഹവുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. രജനി അവളുടെ ചേച്ചിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സുജാത അതിൽ ഇടപെടുകയും ചെയ്തിരിക്കുന്നു. തന്നെയുമല്ല, അവൾ പ്രസാദേട്ടനെ വിളിച്ച് സംസാരിച്ചു. അത് വല്ലതും ശ്രീജയുടെ ചെവിയിലെത്തിയാൽ അവളെ നഷ്ടപ്പെട്ടെന്ന് കരുതിയാൽ മാത്രം മതി. ഭാഗ്യത്തിനാണ് കൽക്കത്തയിൽ നിന്ന് ജയശങ്കറിൻ്റെ വിളി വന്നിരിക്കുന്നത്. ഒരു നിവൃത്തിയുമില്ലെങ്കിൽ ആരോടും പറയാതെ നാടുവിടണം. അതുമാത്രമേ രക്ഷപ്പെടാനൊരു മാർഗമുള്ളൂ. പക്ഷേ അതിനു മുമ്പ് ശ്രീജയെ രാവിലെ കുളി കഴിഞ്ഞ് ജോലിക്ക് പോകാൻ വേഷം ധരിക്കുമ്പോൾ അതേക്കുറിച്ചായിരുന്നു ഹേമന്തിൻ്റെ ചിന്ത. വേഷം ധരിച്ചു കഴിഞ്ഞ് അയാൾ മൊബൈലെടുത്ത് ജയശങ്കറെ വിളിച്ചു. ജയ, നീ ഇപ്പോൾ ഫ്രീ ആണോ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. എന്താ എന്നിട്ട് തീരുമാനം? വരുന്നുണ്ടോ ഇങ്ങോട്ട്? അതോ ഞാൻ വേറെ ആരെങ്കിലും തപ്പണോ? ഞാൻ വരുന്നു. അക്കാര്യം പറയാനാണ് വിളിച്ചത്. ഒരാഴ്ചക്കകം വന്നാൽ മതിയോ? ഓ മതി. നീ വരുമെന്ന് ഉറപ്പാക്കിയിട്ട് വേണം എനിക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഇന്ന് തന്നെ നിൻ്റെ ഫോട്ടോയും ബയോഡാറ്റയും എനിക്ക് മെയിൽ ചെയ്യണം. എൻ്റെ മെയിൽ ID ഇപ്പോൾ തന്നെ ഞാൻ മെസ്സേജ് ചെയ്യാം. ഓക്കെ, നോ പ്രോബ്ലം. ഇന്ന് വ്യാഴമല്ലേ? തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഞാൻ പുറപ്പെടാമെന്നൊന്ന് വിചാരിക്കുന്നു. ടിക്കറ്റ് കിട്ടുമോ എന്ന് നോക്കട്ടെ. ചിലപ്പോൾ 1-2 ദിവസം വൈകിയേക്കും. നീ ട്രെയിനിൽ വരണ്ട. 2-3 ദിവസത്തെ സമയമെടുക്കും. ഫ്ലൈറ്റിന് വാ, ഞാൻ എയർപോർട്ടിലുണ്ടാവും. ഹേമന്തിന് സന്തോഷമായി. തൽക്കാലത്തേക്ക് ഒരു സ്ഥലം മാറ്റം നല്ലതാണ്. എല്ലാം ഒന്ന് എരിഞ്ഞടങ്ങി തണുത്തിട്ട് വരാം. അപ്പോൾ കാർത്തികയെ കല്യാണം കഴിക്കാം. അതാണ് നല്ലത്. മുറി പൂട്ടി ബൈക്കെടുത്ത് ഹേമന്ത് ഇറങ്ങി. അയാൾ പോയത് ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിലേക്കാണ്. അവിടുന്ന് ജയശങ്കറിൻ്റെ പേർക്ക് ബയോഡാറ്റയും ഫോട്ടോയും അയച്ചു കൊടുത്തു. കമ്പ്യൂട്ടർ സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് രജനിയുടെ വിളി വന്നത്. നാശം. അയാൾ കോളെടുത്തു. ഹേമേട്ടൻ ഇപ്പോൾ എവിടെയാ? അവൾ തിരക്കി. ഞാൻ ആലപ്പുഴയ്ക്ക് പോകാൻ നിൽക്കുകയാ. ഇന്ന് അവിടെയാണ് വർക്ക്? അതെ. എൻ്റെ കാര്യം വീട്ടിൽ സംസാരിച്ചോ? ഇന്നലെ തന്നെ അച്ഛനെ ഫോണിൽ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു. കാണാൻ നീ സുന്ദരിയാണോ എന്ന് മാത്രമേ അച്ഛൻ ചോദിച്ചുള്ളൂ. അതെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ 2 പേരും കൂടി പോകുന്നത് കാണാൻ മാച്ചില്ലെന്ന് ആരും പറയരുത്. അതുമാത്രമേ അച്ഛന് നിർബന്ധമുള്ളൂ. അപ്പോൾ വീട്ടിൽ എതിർപ്പൊന്നുമില്ലേ? സന്തോഷത്തോടെ അവൾ ചോദിച്ചു. ഒരു എതിർപ്പുമില്ല. എത്രയും വേഗം കല്യാണം നടത്തണമെന്ന അമ്മയുടെ ആഗ്രഹം. നിന്നെ കാണാൻ അമ്മയ്ക്ക് ധൃതിയായി. അയ്യോ, ഞങ്ങളുടെ ചെറിയ വീട് കാണുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ ഹേമേട്ടാ? എല്ലാം ഞാൻ അമ്മയോട് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഒഴിച്ച്. അതെന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. തൽക്കാലം ആരും അറിയണ്ട അക്കാര്യം. അമ്മയോട് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞ് അമ്മ അറിഞ്ഞാൽ മതി. എന്നെ കാണാൻ എന്നാണ് അവിടുന്ന് ആരെങ്കിലുമൊക്കെ വരുന്നത്? അടുത്ത ഞായറാഴ്ച വരാം. അയ്യോ, അത്രയ്ക്ക് നീണ്ടു പോകണ്ട. നാളെ തന്നെ വരണം. നീട്ടി വയ്ക്കാൻ പറ്റത്തില്ല. നോക്കട്ടെ, പറ്റിയാൽ നാളെ തന്നെ വരാം. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. അതിനപ്പുറം പോകല്ലേ? ഹേമേട്ടൻ്റെ വീട്ടിലെ നമ്പറൊന്ന് വേണം. സുജാത ചേച്ചി പറഞ്ഞു മേടിക്കാൻ. ചേച്ചിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കാനാണ്. ഹേമന്ത് വെട്ടിലായി. വീട്ടിലെ നമ്പർ എങ്ങനെ കൊടുക്കും? തരാൻ പറ്റില്ലെന്ന് എങ്ങനെ പറയും? അച്ഛനും അമ്മയും നിന്നെ കാണാൻ നാളെയോ മറ്റന്നാളോ വരുമല്ലോ രജനി. പിന്നെ എന്ത് സംസാരിക്കാനാണ്? അയാൾ ഈർഷ്യ മറച്ചു വെച്ച് ചോദിച്ചു. എന്നാലും അച്ഛനോടോ അമ്മയോടോ ചേച്ചിക്കൊന്ന് സംസാരിക്കണമെന്ന്. നമ്പർ മെസ്സേജായിട്ട് അയക്കണേ? അയക്കാം. ശരി, വയ്ക്കട്ടെ. പോകാൻ സമയമായി. അയാൾ കോൾ കട്ട് ചെയ്തു. ഇനി രജനി വിളിച്ചാൽ കോൾ എടുക്കില്ല, സംസാരിക്കില്ല. അവളെ കട്ട് ചെയ്തിരിക്കുന്നു. അവൾ പ്രസാദേട്ടനെ വിളിക്കുമോ? പെട്ടെന്ന് ആ ചിന്ത അയാളുടെ മനസ്സിലേക്ക് കയറി വന്നു. ഉടൻ തന്നെ അയാൾ രജനിയെ വിളിച്ചു. രജനി, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. നീ ഞങ്ങളുടെ റീജിയണൽ മാനേജർ പ്രസാദ് ചന്ദ്രനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഉവ്വ്. എന്തിനാ വിളിച്ചത്? അത് പിന്നെ ഹേമേട്ടനെ കുറിച്ച് ഒരു വിവരമില്ലാതിരുന്നപ്പോൾ അത് പിന്നെയും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. അയാൾ എന്നെ വിളിച്ച് കുറേ വഴക്ക് പറഞ്ഞു. വർക്ക് ചെയ്യാൻ പോവുകയാണോ അതോ പ്രേമിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചു. ഇനി ഇങ്ങനെ വല്ലതും കേൾക്കാണ്ട് വന്നാൽ എന്നെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും പറഞ്ഞു. അയ്യോ, ഞാൻ അറിഞ്ഞില്ല ഹേമേട്ടാ. സോറി. ഇനി ഞാൻ പുള്ളിയെ വിളിക്കത്തില്ല. നമ്മുടെ കല്യാണത്തിന് ഞാൻ അയാളെ ക്ഷണിക്കും. അന്നേരം അയാൾ വിവരം പറഞ്ഞാൽ മതി കേട്ടോ. ശരി ഹേമേട്ടാ. എൻ്റെ ജോലി പോയാൽ പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും? ശരിയാ, ഞാനിനി വിളിക്കത്തില്ല. ഹേമന്തിന് തൃപ്തിയായി. അന്ന് ആലപ്പുഴയിലായിരുന്നില്ല അയാൾക്ക് ജോലി. അതേ ടൗണിൽ തന്നെയായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ അയാൾ ശ്രീജയെ വിളിച്ചു. എന്താ ഹേമന്ത്? അവൾ ചോദിച്ചു. വെറുതെ. ഉച്ച കഴിഞ്ഞ് ഞാൻ ഫ്രീ ആണ്. ഞാൻ പ്രസാദൻ്റെ വീട്ടിലേക്ക് വരാം. നിനക്ക് വരാൻ പറ്റുമോ? എനിക്ക് 4 വരെ ക്ലാസ് ഉണ്ട്. ലീവ് എടുക്കാൻ പറ്റില്ല. ലീവ് വേണമെങ്കിൽ തലേന്ന് പറയണം. എങ്കിൽ നാളെ ലീവ് എടുക്കാമോ? ഉച്ച കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം സ്വസ്ഥമായിട്ട്. നാളെ വെള്ളിയല്ലേ? ഉച്ച കഴിഞ്ഞ് ലീവ് എടുക്കാം. പക്ഷേ കവിതച്ചോട് എന്ത് പറയും? അവൾ സംശയിച്ചു.
തലവേദനയാണ്, റെസ്റ്റ് എടുക്കാനാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ വരുമെന്ന് പറയല്ലേ, ചേച്ചിക്ക് വല്ല സംശയവും തോന്നിയാലോ. ഹേമന്ത്, ഞാനൊരു കാര്യം പറയാൻ മറന്നു. കവിത ചേച്ചിയുടെ കൂടെ ഞാൻ ശനിയാഴ്ച നിലമ്പൂർക്ക് പോവാണ്. 2 ദിവസം കഴിഞ്ഞേ വരൂ. എന്തിനാ പോകുന്നത്? അയാൾ ആശ്ചര്യത്തോടെ ചോദിച്ചു. അവൾ കാര്യം പറഞ്ഞു. ശ്രീജ നിലമ്പൂർക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് താൻ കൽക്കത്തയ്ക്ക് പോയി കഴിഞ്ഞിരിക്കും. അതിനു മുമ്പ്. ശരി, നാളെ ഉച്ച കഴിഞ്ഞ്. അന്ന് രാത്രിയിൽ രജനി വിളിച്ചു. അയാൾ കോൾ എടുത്തില്ല. വീട്ടിലെ നമ്പർ ചോദിക്കാനാണ് അവൾ വിളിക്കുന്നതെന്ന് അയാൾക്കറിയാമായിരുന്നു. പിറ്റേന്ന് രാവിലെ അവൾ വീണ്ടും വിളിച്ചു. രക്ഷപ്പെടാൻ വേണ്ടി അയാൾ ഒരു നമ്പർ മെസ്സേജായിട്ട് അയച്ചു കൊടുത്തു. അതൊരു കള്ള നമ്പറായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് അവൾ വീണ്ടും വിളിച്ചു. അയാൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. അന്ന് ഉച്ച കഴിഞ്ഞ് പ്രസാദിൻ്റെ വീട്ടിലേക്ക് ഹേമന്ത് ചെന്നു. പക്ഷേ ശ്രീജ വന്നില്ല. അയാൾ അവളെ വിളിച്ചു നോക്കി. സോറി ഹേമന്ത്, ലീവ് കിട്ടിയില്ല. വേറെ 2 ടീച്ചേഴ്സിന് ലീവാണ്. അത് കാരണം എൻ്റെ ക്ലാസ്സിലേക്ക് പകരം ടീച്ചേഴ്സിനെ വിടാൻ വേറെ ആരുമില്ല. ശരി, നീ ഫ്രീ ആകുമ്പോൾ വാ, നിരാശയോടെ അയാൾ പറഞ്ഞു. 4 മണി കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വീടിൻ്റെ താക്കോൽ വാങ്ങിക്കൊണ്ട് ശ്രീജ പ്രസാദിൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഹേമന്ത് വെളിയിൽ കാത്തിരിപ്പുണ്ടായിരുന്നു. സോറി ഹേമന്ത്, അവൾ ആത്മാർത്ഥതയുടെ ക്ഷമ പറഞ്ഞു. സാരമില്ല, നീ വാതിൽ തുറക്ക്. അവൾ മുൻവാതിൽ തുറന്നു. അവർ അകത്തേക്ക് കയറി. ഞാൻ ചായ ഉണ്ടാക്കി തരാം, അവൾ പറഞ്ഞു. ചായയൊന്നും വേണ്ട, അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. പിന്നെന്ത് വേണം? അവൾ കളിമട്ടിൽ ചോദിച്ചു. എനിക്ക് നിന്നെ മതി, ഞാൻ ഹേമന്തിൻ്റെയാണല്ലോ. അവളെ പിടിച്ചുകൊണ്ട് അയാൾ മുറിയിലേക്ക് നടന്നു. അവൾ പോകാതെ ബലം പിടിച്ചു നിന്നു. നമുക്ക് റൂമിലേക്ക് പോകാം, അയാൾ പറഞ്ഞു. വേണ്ട, അവൾ സമ്മതിച്ചില്ല. അതെന്താ? ഇവിടെ വെച്ചുള്ള സ്നേഹം മതി, റൂമിലേക്ക് പോകണ്ട. ശ്രീജെ, അയാൾ അപേക്ഷാഭാവത്തിൽ അവളെ നോക്കി. വേണ്ട ഹേമന്ത്, അത് അപകടമാണ്. കല്യാണം കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും ഞാൻ തരുമല്ലോ. അവൾ ഉറച്ചു നിന്നു. ഹേമന്തിന് പിന്നെ നിർബന്ധിക്കാൻ കഴിഞ്ഞില്ല. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചും ഓമനിച്ചും സംസാരിച്ചും സെറ്റിയിലിരുന്നു. കവിത വന്നപ്പോൾ അവർ ചാടി എഴുന്നേറ്റു. കവിത കള്ളച്ചിരിയോടെ ശ്രീജയെന്ന് നോക്കി. അവൾ ലജ്ജയോടെ മുഖം കുനിച്ചു. ചായ കുടിച്ചിട്ടാണ് ഹേമന്ത് പോയത്. പിറ്റേന്ന് ശനി ഉച്ചതിരിഞ്ഞപ്പോൾ എയർ ബാഗുമായി ശ്രീജ ഹോസ്റ്റലിൽ നിന്ന് കവിതയുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ പ്രസാദും അവിടെ ഉണ്ടായിരുന്നു. രാത്രിയിൽ ഭക്ഷണം കഴിച്ച ശേഷം 2 പേരെയും അയാൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി പത്രയുടെ ട്രെയിനിൽ കയറ്റിവിട്ടു. പിറ്റേന്ന് ഞായർ. തനിച്ചായതുകൊണ്ട് പ്രസാദ് വൈകിയാണ് ഉണർന്നത്. അന്ന് ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 2-3 ദിവസം ഇനി പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. വീട്ടിൽ വന്ന് അയാൾ പത്രമെടുത്ത് നിവർത്തി വായിച്ചുകൊണ്ടിരുന്നു. 11 മണി കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഗേറ്റിന് വെളിയിൽ വന്നു നിന്നു. അതിൽ നിന്ന് 2 യുവതികൾ ഇറങ്ങി. അവർ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി വന്നു. പ്രസാദിന് 2 പേരെയും മനസ്സിലായില്ല. പ്രസാദ് ചന്ദ്ര സാറിൻ്റെ വീടല്ലേ ഇത്? അതിൽ ഒരു യുവതി ചോദിച്ചു. അതെ സാർ, ഞാൻ രജനിയാണ്. എറണാകുളത്തുള്ള? അയാൾ മനസ്സിലായതുപോലെ ചോദിച്ചു. അതെ സാർ, ഇതെൻ്റെ ചേച്ചി സുജാത. കൂടെയുണ്ടായിരുന്ന യുവതിയെ അവൾ പരിചയപ്പെടുത്തി. കയറി വരൂ, അയാൾ ക്ഷണിച്ചു. അവർ സ്വീകരണമുറിയിൽ പരസ്പരം അഭിമുഖമായിരുന്നു. രജനിയുടെയും സുജാതയുടെയും മുഖത്തേക്ക് പ്രസാദ് ചന്ദ്രൻ ഒന്ന് നോക്കി. അനുജത്തിയും ചേച്ചിയും കാണാൻ സൗന്ദര്യമുള്ള യുവതികളാണ്. പക്ഷേ ഏതോ ദുഃഖം 2 പേരുടെയും മുഖത്തെ പ്രകാശം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. സുജാത എന്ത് ചെയ്യുന്നു? പ്രസാദ് ചോദിച്ചു. ഞാനൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ഗേളാണ്. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? ഞങ്ങൾ 2 പേരും കൂടാതെ അമ്മ മാത്രമേയുള്ളൂ. എൻ്റെ വൈഫിൻ്റെ വീട് നിലമ്പൂരിലാണ്. ഇന്നലെ അവൾ അമ്മയെ കാണാൻ പോയി. ഇപ്പോൾ ഞാനിവിടെ തനിച്ചേയുള്ളൂ. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണോ? അതെ സാർ. എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം. 2 മിനിറ്റ് ഇരിക്കാമെങ്കിൽ? വേണ്ട സാർ, ഞങ്ങൾക്ക് പോകാൻ തിടുക്കമുണ്ട്. വന്ന കാര്യം പറഞ്ഞിട്ട്. സുജാതയാണ് സംസാരിച്ചത്. രജനി മൂകയായി ഇരുന്നതേയുള്ളൂ. ശരി, പറയൂ. ഹേമന്തിനെ കുറിച്ച് സംസാരിക്കാനാണ് അവർ വന്നിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ തന്നെ പ്രസാദിന് മനസ്സിലായിരുന്നു. പക്ഷെ ഒന്നും അറിയാത്ത മട്ട് നടിക്കുകയാണ് നല്ലതെന്ന് തോന്നി. അവൻ പറയുന്നതാണോ സത്യം, അതോ ഇവർ പറയുന്നതാണോ എന്ന് ഇപ്പോൾ അറിയാമല്ലോ. സാറിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഹേമന്തിനെ കുറിച്ച് അറിയാനാണ് ഞങ്ങൾ വന്നത്. അയാളെ വിളിച്ചിട്ട് 2 ദിവസമായി ഫോൺ എടുക്കുന്നില്ല. എൻ്റെ അനിയത്തിയെ വഞ്ചിച്ചിട്ട് മുങ്ങിയിരിക്കുകയായ, സുജാത പെട്ടെന്ന് പറഞ്ഞു. വഞ്ചിച്ചെന്ന് പറഞ്ഞാൽ? ഇവൾ പ്രഗ്നൻ്റാണ്. പ്രസാദ് ചന്ദ്രൻ ഞെട്ടിപ്പോയി. എന്താ പറഞ്ഞത്? കേട്ടത് വിശ്വസിക്കാനാവാതെ അയാൾ ചോദിച്ചു. അതെ സാർ, എൻ്റെ അനിയത്തിയുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇഷ്ടമാണ്, പ്രേമമാണ്, കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുത്തൻ വന്നപ്പോൾ അതെല്ലാം സത്യമാണെന്ന് കണ്ണടച്ച് വിശ്വസിച്ച് അയാളുടെ ഇംഗിതങ്ങളെല്ലാം സാധിച്ചു കൊടുത്തവള ഇവളും കുറ്റക്കാരിയാണ്, സുജാത പറഞ്ഞു. 2-3 തവണ രജനി എന്നെ വിളിച്ചിട്ടുണ്ട് ഹേമന്തിൻ്റെ കാര്യം അറിയാൻ. പക്ഷേ എന്നോടൊന്നും വിട്ടു പറഞ്ഞില്ല. ഒടുവിലാണ് അവൻ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വെളിപ്പെടുത്തിയത്. രജനി മുഖമുയർത്തി അയാളെ ഒന്ന് നോക്കി. പക്ഷെ അപ്പോഴും പ്രശ്നം ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നിട്ടും രജനിയെക്കുറിച്ച് ഞാൻ അവനോട് സംസാരിച്ചു. രജനിക്ക് അവനെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെന്നും പക്ഷേ അവന് താല്പര്യമില്ലെന്നുമാണ് എന്നോട് പറഞ്ഞത്. സാറിനോട് ഹേമട്ടൻ അങ്ങനെ പറഞ്ഞോ? രജനി ആദ്യമായി വായി തുറന്നു. അതെ,
എന്ന് മാത്രമല്ല എനിക്കറിയാവുന്ന ഒരു സ്കൂൾ ടീച്ചറെ അവൻ വിവാഹം കഴിക്കാനിരിക്കുകയാണ്. അവർ തമ്മിൽ അടുപ്പത്തിലാണെന്നും എനിക്കറിയാം. സുജാതയും രജനിയും പരസ്പരം ഒന്ന് നോക്കി. സത്യമാണോ സാർ ഈ പറയുന്നത്? ഹൃദയം തകർന്ന് രജനി ചോദിച്ചു. അതെ, എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. മുഖം കുനിച്ചിരുന്ന രജനി വിങ്ങിക്കരയാൻ തുടങ്ങി. എടി പൊട്ടി, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആൾ ശരിയല്ലെന്ന്, കള്ളക്കാമുകനാണെന്ന്. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? അരിശത്തോടെ സുജാത അവളോട് ചോദിച്ചു. കരഞ്ഞതല്ലാതെ രജനി മിണ്ടിയില്ല. ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു സാർ. ഞാൻ രാവിലെ ജോലിക്ക് പോകും. ഞായറാഴ്ച എനിക്ക് ക്ലാസ് ഉണ്ട്. ഡിഗ്രി പരീക്ഷ എഴുതാൻ ഞാൻ കറസ്പോണ്ടൻസ് കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അമ്മ ഒരു വലിയ ഭക്തയാണ്. ഞായറാഴ്ച മാത്രമല്ല, ചൊവ്വയും വെള്ളിയും അമ്പലത്തിലായിരിക്കും. അയാൾക്ക് വീട്ടിൽ വരാൻ നല്ല സൗകര്യമായില്ലേ? സുജാത നുണ പറയുകയാണെന്ന് പ്രസാദിന് തോന്നിയില്ല. സത്യമാണ് പറയുന്നതെന്ന് അവളുടെ മുഖവും വാക്കുകളും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഗർഭിണിയാണെന്ന് ഇവൾ അറിയിച്ചപ്പോൾ അയാൾ പേടിച്ചുപോയി. പക്ഷേ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ അമ്മയെ വന്ന് കണ്ട് സംസാരിച്ചു. പക്ഷേ ഇവൾ ഗർഭിണിയാണെന്ന കാര്യം രണ്ടുപേരും അമ്മയിൽ നിന്ന് മറച്ചുവെച്ചു. മൂത്തവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇളയവളുടേത് നടത്തൂ എന്ന് അമ്മ പറഞ്ഞു. അയാൾക്ക് അതൊരു പിടിവള്ളിയായി. അമ്മ സമ്മതിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തൽക്കാലം അബോർട്ട് ചെയ്യ് എന്ന് പറഞ്ഞു. ചേച്ചിയുടെ കല്യാണം നടന്നിട്ട് ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് ഒരു വാഗ്ദാനവും. പ്രസാദ് സ്തബ്ധനായി എല്ലാം കേട്ടിരുന്നു. ഇവൾ അതും വിശ്വസിച്ചു. പക്ഷേ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഇവൾ ഗർഭിണിയാണെന്ന് ഒരു ദിവസം എനിക്ക് പിടികിട്ടി. അപ്പോഴാണ് ഈ കഥകളൊക്കെ ഞാൻ അറിയുന്നത്. അയാളെ ഒന്ന് കാണണമെന്ന് ഞാൻ ഇവളോട് പറഞ്ഞു. 3-4 ദിവസം മുമ്പ് സൂത്രത്തിൽ അയാളെ വീട്ടിൽ വരുത്തി. സീരിയസ് ആയി ഞാൻ അയാളോട് സംസാരിച്ചു. വീട്ടിൽ ചെന്ന് അച്ഛനും അമ്മയുമായി ആലോചിച്ച് ഉടൻ വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ വിളിക്കുമ്പോഴൊക്കെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നു. എന്ത് പറയണമെന്നറിയില്ലായിരുന്നു പ്രസാദ് ചന്ദ്രന്. ഇത്ര നീചനാണോ ഹേമന്ത്? ഒരേ സമയം 2 പെണ്ണുങ്ങളെ. ശ്രീജയോടുള്ള സ്നേഹവും ആത്മാർത്ഥത നിറഞ്ഞതാണോ എന്ന് ആർക്കറിയാം? സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ അവളെ ഗുരുവായൂരിൽ കൊണ്ടുപോയി ഹോട്ടലിൽ താമസിപ്പിക്കാൻ ശ്രമിച്ചതല്ലേ അവൻ? സാറിന് അയാളുടെ അച്ഛനെയോ അമ്മയെയോ അറിയാമോ? അവരുടെ നമ്പറോ മേൽവിലാസമോ കിട്ടിയാൽ നേരിട്ടൊന്ന് പോകാനാണ്. അമ്മ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടുമില്ല. വല്ല തുമ്പും കിട്ടിയാൽ മണ്ണെണ്ണ ഒഴിച്ച് ഇവളെ ആ നിമിഷം കത്തിക്കും. അവൻ്റെ വീട്ടിലെ നമ്പർ എനിക്കറിയില്ല, പക്ഷേ വീടറിയാം. ഞാൻ അവിടെ പോയിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കി തന്നാൽ സാറിനെ ദൈവം രക്ഷിക്കും. അല്ലെങ്കിൽ ഇവൾക്ക് ആത്മഹത്യയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് ജീവിക്കേണ്ട എന്നാണ് ഇവൾ പറയുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ പ്രസാദ് നിസ്സഹായനായിരുന്നു. വല്ലാത്തൊരു കുരുക്കിലാണ് പെട്ടിരിക്കുന്നത്. ശ്രീജ ഇതറിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അവൾക്കിത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഹേമന്ത് എന്ന ഒരൊറ്റ ചിന്തയുമായി ജീവിക്കുകയാണ് അവൾ. ഒരു പെണ്ണിനെ ചതിച്ചിട്ട് മുങ്ങി നടക്കുന്ന അവനെ ശ്രീജയുടെ ഭർത്താവാകാൻ ഒരു തരത്തിലും അനുവദിക്കില്ല. അയാളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ നമ്പറോ അഡ്രസ്സോ തന്നാൽ സാറിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾ പോയിക്കോളാം, സുജാത പറഞ്ഞു. അതുകൊണ്ടൊന്നും ഈ പ്രശ്നത്തിന് പരിഹാരമാവില്ല സുജാതെ. അവൻ്റെ അച്ഛനമ്മമാർ നാട്ടിൻ പുറത്തുകാരും സിറ്റിയുടെ കാപട്യങ്ങളൊന്നും അറിയാത്തവരുമാണ്. അത് വേണ്ട, അവനെ ഇങ്ങോട്ട് വരുത്താം. കടിച്ച പാമ്പ് തന്നെ വന്ന് വിഷമിറക്കട്ടെ. മൊബൈലെടുത്ത് അയാൾ ഹേമന്തിൻ്റെ നമ്പറിൽ വിളിച്ചു. എന്താ പ്രസാദേട്ടാ? അയാൾ ഉടൻ കോൾ എടുത്തു. നീ എവിടെയാണിപ്പോൾ? ഞാൻ റൂമിലുണ്ട്. ഈ ആഴ്ച നീ വീട്ടിൽ പോയില്ലേ? ഇല്ല, കഴിഞ്ഞ ആഴ്ച പോയതല്ലേ. നിനക്കിപ്പോൾ ഇങ്ങോട്ടൊന്ന് വരാമോ? വരാം. എന്താ പ്രസാദേട്ട കാര്യം? കാര്യമൊക്കെയുണ്ട്. ഇവിടെ വരുമ്പോൾ അറിഞ്ഞാൽ മതി. ഗൗരവഭാവത്തിലല്ല പ്രസാദ് സംസാരിച്ചത്. അവന് എന്തെങ്കിലും സംശയം തോന്നിയാൽ വന്നില്ലെങ്കിലോ? എനിക്ക് മനസ്സിലായി. കവിതച്ച് സ്ഥലത്തില്ലല്ലോ. ഒരു തടസ്സവുമില്ലാതെ ആഘോഷിക്കാൻ പറ്റിയ സമയമല്ലേ. ബേക്കറിയിൽ നിന്ന് മിക്സ്ചറോ കപ്പലണ്ടിയോ വലുതും മേടിക്കണോ? വേണ്ട, എല്ലാം ഇവിടെ ഉണ്ട്. നീ ഇങ്ങ് വന്നാൽ മാത്രം മതി. ഞാനിതാ വരുന്നു, 10 മിനിറ്റിനകം. ഹേമന്ത് കോൾ കട്ട് ചെയ്തു. ഉത്കണ്ഠയോടെ ഇരിക്കുകയായിരുന്നു സുജാതയും രജനിയും. പേടിക്കേണ്ട, അവനിപ്പം വരും. ഇവിടെ വെച്ച് നമുക്ക് രമ്യമായ ഒരു പരിഹാരത്തിലെത്താം. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കും. സ്വന്തം ജ്യേഷ്ഠനെ പോലെയാണ് ഞാൻ, പ്രസാദ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചേച്ചിക്കും അഞ്ചത്തിക്കും സമാധാനമായി. രണ്ടുപേരും അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. പ്രകോപിപ്പിച്ചാൽ അവൻ വഴങ്ങിയെന്ന് വരില്ല. നയത്തിൽ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. മനസ്സിലായില്ലേ? മനസ്സിലായി എന്ന മട്ടിൽ രണ്ടുപേരും തലകുലുക്കി. തൽക്കാലം രണ്ടുപേരും അകത്തെ മുറിയിൽ ഇരുന്നാൽ മതി. വരുമ്പോൾ തന്നെ നിങ്ങളെ കാണണ്ട. അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങൾ, പ്രസാദ് പറഞ്ഞു. അത് ശരിയാ സാർ. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു എതിരഭിപ്രായവും ഉണ്ടാകത്തില്ല. രജനിയെ സ്വീകരിക്കാൻ തയ്യാറായാൽ ഏത് വീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണ്, സുജാത പറഞ്ഞു. ചെരുപ്പുകൾ വെളിയിലിടണ്ട, അവന് സംശയം തോന്നിയാലോ? സുജാത ചെന്ന് രണ്ടുപേരുടെയും ചെരുപ്പുകൾ എടുത്ത് ആരും കാണാത്ത രീതിയിൽ ചെടിച്ചട്ടികളുടെ ഇടയിലേക്ക് മാറ്റിവെച്ചു. എന്നിട്ട് രജനിയോടൊപ്പം ചെന്ന് ഊണുമുറിയിലിരുന്നു. ഹേമന്ത് ജീൻസും ഷർട്ടുമാണ് ധരിച്ചത്. ഇന്ന് ഹോട്ടൽ വസന്തിയിൽ ചെന്ന് മീൻ പൊരിച്ചത് സഹിതം ഊണ് കഴിച്ചിട്ട് ഒരു മാറ്റിനി കാണാൻ പോകാനായിരുന്നു പ്ലാൻ. ഇനി അത് നടക്കില്ല. പ്രസാദേട്ടൻ വിളിച്ചിരിക്കുകയല്ലേ. അവിടെ ചെന്ന് ഇത്തിരി മിനുങ്ങിയിട്ട് ഒന്നുകിൽ ഊണ് പാഴ്സൽ മേടിച്ചുകൊണ്ട് വരണം, അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് ഊണ് കഴിക്കണം. വേഷം ധരിച്ച് അയാൾ മുറി പൂട്ടി വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ശ്രീജയുടെ വിളി വന്നത്.
ഹലോ. അയാൾ കോൾ എടുത്തു. ഹേമന്ത് എവിടെയാണ്? ഞാൻ ലോഡ്ജിലാണ്. പ്രസാദേട്ടൻ വിളിച്ചു. വീട്ടിലേക്ക് പോകാൻ തുടങ്ങുക. ഞാനിപ്പോൾ കവിതേച്ചിയുടെ വീട്ടിലാണ്. കൊട്ടാരം പോലെ ഒരു വലിയ വീട്. പഴയതാ, എന്നാലും നല്ല വൃത്തിയും വെടുപ്പും. കവിതേച്ചിയുടെ അമ്മയും മൂത്ത മോളും 2 മക്കളും മാത്രമേ ഉള്ളൂ ഇവിടെ. കവിതേച്ചിയുടെ ചേച്ചി രോഹിണിയുടെ ഹസ്ബൻഡ് ദുബായിലാണ്. അമ്മയ്ക്ക് നല്ല സുഖമില്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കവിതേച്ചി അവിടെ അമ്മയുടെ കൂടെയാണ്. ഒറ്റ ശ്വാസത്തിലാണ് ശ്രീജ പറഞ്ഞത്. നീ എന്ന് വരും? ചൊവ്വാഴ്ച വരാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ കവിതേച്ചിക്ക് എന്ന് വരാൻ പറ്റുമോ എന്നറിയില്ല. അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെയും വൈകും. നിനക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു, നിരാശയോടെ ഹേമന്ത് പറഞ്ഞു. അതെന്താ? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കവിതേശ്വരി വീട്ടിൽ ഒത്തുകൂടാമായിരുന്നു. പോടാ കള്ള, നിനക്കെപ്പോഴും ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ? ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. നിനക്കതൊന്നും ആഗ്രഹമില്ലായിരിക്കും, അയാൾ പരിഭവിച്ചു. ആര് പറഞ്ഞു ആഗ്രഹമില്ലെന്ന്? ഞാനൊരു പെണ്ണല്ലേ, നിന്നെ അത്യധികം സ്നേഹിക്കുന്ന പെണ്ണ്. എനിക്കും എൻ്റേതായ വികാരങ്ങളുണ്ട്. അത് മനസ്സിലായിട്ടില്ലേ? എന്നാൽ വേഗം പോവാ. ചൊവ്വാഴ്ച രാവിലെ വണ്ടി കയറാനാ വിചാരിക്കുന്നത്. വൈകുന്നേരം അവിടെ എത്തും. കവിതേച്ചി വരുമോ? വരാൻ സാധ്യത വളരെ കുറവാണ്. ഞാൻ തനിച്ചായിരിക്കും വരുന്നത്. ഹേമന്തിന് സന്തോഷമായി. ബുധനാഴ്ച പകൽ അവളെ കിട്ടും, അല്ലെങ്കിൽ വ്യാഴാഴ്ച. അത് കഴിഞ്ഞ് മതി കൽക്കത്തയ്ക്ക് വണ്ടി കയറുന്നത്. ഞാൻ കാത്തിരിക്കും, ഹേമന്ത് പറഞ്ഞു. വൈകുന്നേരം റെയിൽവേ സ്റ്റേഷനിൽ വരുമോ? അവൾ ചോദിച്ചു. എത്ര മണിക്ക് വരും ആ വണ്ടി ഇവിടെ? 5:30 വരും. ഇത്തിരി ലേറ്റായാലും സാരമില്ല. 7:30 വരെ ഹോസ്റ്റലിൽ കയറാം. അത് കഴിഞ്ഞാലോ? കവിതേച്ചിയുടെ വീട്ടിൽ പോയി കിടക്കാമല്ലോ. അവിടെ പ്രസാദേട്ടൻ മാത്രമേ കാണൂ, അയാൾ ഓർമ്മിപ്പിച്ചു. അല്ല, ഹേമന്തും വരണം. ഒറ്റയ്ക്ക് ഞാനവിടെ പോകത്തില്ല. എങ്കിൽ പ്രശ്നമില്ല, ഞാൻ വരാം. എന്തായാലും അന്ന് ട്രെയിൻ 3 മണിക്കൂറെങ്കിലും ലേറ്റാവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പോടാ കള്ള, അവൾ ചിരിച്ചു. ശരി, വൈകിട്ട് വിളിക്കാം. കോൾ കട്ട് ചെയ്തിട്ട് അയാൾ പ്രസാദിൻ്റെ വീട്ടിലേക്ക് പോയി. അഥവാ ട്രെയിനിൽ കൃത്യസമയത്ത് തന്നെ വന്നാലും ശ്രീജയെ ഹോസ്റ്റലിലേക്ക് വിടില്ല. ട്രെയിൻ ലേറ്റാണെന്ന് പ്രസാദേട്ടനോട് വിളിച്ചു പറയും. ഹോസ്റ്റലിൽ ചെല്ലേണ്ട സമയം കഴിഞ്ഞെന്നും. എങ്കിൽ അവൾ വീട്ടിൽ വന്ന് കിടക്കട്ടെ എന്ന് പ്രസാദേട്ടൻ പറയും. അവളെ ഒറ്റയ്ക്കവിടെ താമസിപ്പിക്കാൻ ഒരു കാരണവശാലും പ്രസാദേട്ടൻ തയ്യാറാവില്ല. നീയും കൂടെ പോരൂ എന്ന് പ്രസാദേട്ടൻ പറയും. പ്രസാദേട്ടൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഹേമന്ത് അറിയാതെ ഒന്ന് ചിരിച്ചു. ദൈവം തന്നെ ഓരോ വഴികൾ മുമ്പിൽ തുറന്നു തരുന്നു. പ്രസാദിൻ്റെ വീട്ടുമുറ്റത്ത് ചെന്ന് ബൈക്ക് നിന്നു. ഹെൽമറ്റ് ഊരിയെടുത്ത് വണ്ടിയിൽ തൂക്കിയിട്ടിട്ട് അയാൾ വീട്ടിലേക്ക് കയറി ചെന്നു. സ്വീകരണമുറിയിൽ പ്രസാദ് ചന്ദ്രൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ ചെന്ന് സെറ്റിയിൽ എതിർവശത്തിരുന്നു. ഹേമന്ത് പ്രതീക്ഷിച്ച സന്തോഷം പ്രസാദിൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല. എന്തു പറ്റി പ്രസാദേട്ടാ? ഒരു മൂടില്ലാത്തതുപോലെ. മൂടുണ്ടാക്കാനല്ലേ നിന്നെ വിളിച്ചത്? എങ്കിൽ സാധനം എടുത്തോണ്ട് വാ. ഗ്ലാസ് ഊണുമുറിയിൽ കാണുമല്ലോ, ഞാൻ എടുത്തോണ്ട് വരാം. ചിപ്സോ അച്ചാറോ ഒക്കെ അലമാരിയിൽ കാണാതിരിക്കില്ല. നീ അവിടെ ഇരിക്കേ. അയാൾ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ പ്രസാദ് പറഞ്ഞു. ഹേമന്ത് വീണ്ടും ഇരുന്നു. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതിനാ നിന്നെ ഇപ്പോൾ വിളിച്ചത്. പ്രസാദിൻ്റെ സ്വരത്തിലെ ഗൗരവഭാവം കണ്ടപ്പോൾ ഹേമന്ത് ഒന്ന് പരിങ്ങി. എന്തോ പ്രശ്നമുണ്ടെന്ന് അയാൾക്ക് തോന്നി. എന്താ പ്രസാദേട്ടാ? ശ്രീജയുടെ കാര്യത്തിൽ നീ എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത്? അവൾ പറഞ്ഞത് മാർച്ചിൽ കല്യാണം നടത്താമെന്നാണ്. കല്യാണം കഴിഞ്ഞാൽ 2 മാസം വെക്കേഷൻ കിട്ടുമല്ലോ. ഹണിമൂണിന് പ്രത്യേകിച്ച് ലീവ് എടുക്കേണ്ടി വരത്തുമില്ല. അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണാലോചിക്കണ്ടേ? വേണം. അതിന് എൻ്റെ കൂടെ പ്രസാദേട്ടനും കവിതേച്ചിയും വരണം. എൻ്റെ മൂത്ത ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രസാദേട്ടൻ വേണം എല്ലാം നടത്തിത്തരാൻ. മാർച്ചാകാൻ ഇനി 2 മാസമല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് അവളുടെ വീട്ടിൽ പോയാലോ? അതിന് കവിതേച്ചി നിലമ്പൂർക്ക് പോയിരിക്കുകയാണല്ലോ. എന്ന് തിരിച്ചു വരുമെന്ന് അറിയത്തില്ലല്ലോ. വന്നിട്ട് നമുക്ക് പോകുന്ന കാര്യം തീരുമാനിക്കാം. അത് മതി. ഇനി എനിക്കൊരു കാര്യം കൂടി അറിയണം. നിൻ്റെ മാത്രമല്ല, ശ്രീജയുടെയും മൂത്ത സഹോദരൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കല്യാണം നടത്താൻ പോകുന്നത്. അവൾക്ക് അച്ഛനും അമ്മയും ഇല്ലല്ലോ. അതൊക്കെ എനിക്കറിയാം. അവളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളുടെ കാര്യത്തിലുള്ള ഉത്തരവാദിത്തവും എനിക്കാണ്. കല്യാണ പന്തലിൽ നിങ്ങൾ 2 പേരും നിൽക്കുമ്പോൾ നിൻ്റെ കാമുകയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും പെണ്ണ് കയറി വരാൻ സാധ്യതയുണ്ടോ? പെട്ടെന്ന് ഹേമന്തിൻ്റെ മുഖം വിളറി. ആ രജനിയുടെ കാര്യം വെച്ചാണ് പ്രസാദേട്ടൻ ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള ഒരു ബന്ധവുമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും പ്രസാദേട്ടൻ എന്നെ സംശയിക്കുകയാണ്, പരിഭവത്തോടെ അയാൾ പറഞ്ഞു. പെട്ടെന്ന് ഊണുമുറിയിൽ നിന്ന് രജനി എഴുന്നേറ്റ് സ്വീകരണമുറിയിലേക്ക് വന്നു. പിന്നാലെ സുജാതയും. 2 പേരെയും കണ്ട് ഹേമന്ത് നടുങ്ങി. ഭയം കൊണ്ട് വിറച്ച മുഖത്തോടെ ഹേമന്ത് അറിയാതെ എഴുന്നേറ്റ് പോയി. സുജാതയും രജനിയും അയാളുടെ മുന്നിൽ വന്നു നിന്നു. സുജാത പുച്ഛത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. തൻ്റെ കല്യാണ പന്തലിൽ കാമുകിയാണെന്ന് പറഞ്ഞ് എൻ്റെ അനിയത്തി വന്ന് കയറത്തില്ല. കാരണം തൻ്റെ ജീവിതത്തിൽ ഇനിയൊരു കല്യാണമേ കാണത്തില്ല, അവൾ പറഞ്ഞു. വിശ്വാസം വരാതെ രജനി അയാളെ നോക്കി തകർന്ന മട്ടിൽ നിന്നു. എന്താടാ നീയൊന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇവരെ നീ അറിയുമോ? കോപം നിയന്ത്രിച്ച് പ്രസാദ് ചോദിച്ചു. ഹേമന്ത് വായി തുറന്നില്ല. നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നെന്നും നിന്നിൽ നിന്ന് ഗർഭിണിയാണെന്നുമാ രജനി എന്നു പേരുള്ള ഈ പെൺകുട്ടി പറയുന്നത്. നീ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് ഇവരുടെ വീട്ടിൽ ചെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് രജനിയുടെ ചേച്ചി സുജാതയും പറയുന്നു. ഇതിൽ വല്ല വാസ്തവവും ഉണ്ടോ? പ്രസാദേട്ടാ, ഞാൻ
കള്ളം പറഞ്ഞ് നിന്നെ അപമാനിക്കാൻ വന്നതാണ് ഇവരെങ്കിൽ ഇപ്പം ഞാൻ പോലീസിനെ വിളിക്കാം. വീട് കയറി അതിക്രമത്തിന് വന്നു എന്ന് പരാതി കൊടുത്താൽ പോലീസ് ഇവരെ കൊണ്ടുപോകും. എന്ത് പറയുന്നു നീ? പ്രസാദേട്ടാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഹേമന്ത് നിസ്സഹായതോടെ പറഞ്ഞു. പ്രസാദിന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അയാൾ കൈവീശി ഹേമന്തിൻ്റെ കവിളത്തൊന്ന് പൊട്ടിച്ചു. നിനക്ക് തെറ്റുപറ്റിയെന്നോ? ഈ പാവം പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ചതോ? നിഷ്കളങ്കയായ വേറൊരു പെണ്ണിനെ വിവാഹം വാഗ്ദാനം നൽകി കബളിപ്പിച്ചതോ? ഞാൻ അറിഞ്ഞതൊന്നും സത്യമല്ലെന്ന് പറഞ്ഞ് എന്നെ കബളിപ്പിച്ചതോ? പ്രസാദ് എണ്ണി എണ്ണി ചോദിച്ചു. ഒന്നിനും മറുപടി പറയാനാവാതെ ഹേമന്ത് മുഖം കുനിച്ചു നിന്നു. നീ ഇത്രയ്ക്ക് വീരനാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നടാ, വൃത്തികെട്ടവനെ. ഒരേ സമയത്ത് 2 പെണ്ണുങ്ങളെ. അതോ വേറെയുമുണ്ടോ നിൻ്റെ ലിസ്റ്റിൽ? പ്രസാദേട്ടാ, എന്നോട് ക്ഷമിക്കണം. തെറ്റാണ് ഞാൻ ചെയ്തത്. രജനിയോടും ശ്രീജിയോടും വഞ്ചനയാണ് കാണിച്ചത്. ഒക്കെ തിരുത്താൻ ഞാൻ തയ്യാറാണ്. എന്ത് പ്രായശ്ചിത്തവും ഞാൻ ചെയ്യാം. എന്നോട് ക്ഷമിക്കണം. അയാൾ പ്രസാദിന് നേർക്ക് കൈകൂപ്പി. എന്നോടല്ല ക്ഷമ പറയേണ്ടത്, ഈ പാവം പെണ്ണിനോടാണ്. അവൾ പലവട്ടം എന്നെ വിളിച്ചിട്ടുണ്ട് നിന്നെക്കുറിച്ച് അന്വേഷിക്കാൻ. അപ്പോഴൊക്കെ നീ മുങ്ങി നടക്കുകയായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അനിയത്തിയുടെ ഭർത്താവാകാൻ ഇയാൾ യോഗ്യനല്ല സാർ. ഇവളുമായി സ്നേഹത്തിലായിരുന്ന സമയത്ത് തന്നെ വേറൊരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചെന്നല്ലേ സാർ പറഞ്ഞത്? എൻ്റെ അനിയത്തിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞും ഇയാൾ വേറെ പെണ്ണുങ്ങളുടെ പിന്നാലെ പോകത്തില്ലെന്ന് ആർക്കറിയാം? രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവം അങ്ങനെ അങ്ങ് മാറുമോ? സംശയത്തോടെ സുജാത പറഞ്ഞു. ചേച്ചി, ഹേമേട്ടന് തെറ്റുപറ്റിയെന്ന് പറഞ്ഞില്ലേ, അത് വിശ്വസിച്ചുകൂടെ? ആർക്കാ തെറ്റുപറ്റാത്തത്? ഹേമേട്ടനോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. വേറൊരു പുരുഷൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ഈ ജന്മത്തിന് കഴിയില്ല, രജനി പറഞ്ഞു. സുജാത അവളെ ഒന്ന് നോക്കി. നിന്റെ തീരുമാനം അതാണെങ്കിൽ ഞാൻ തടസ്സം നിൽക്കത്തില്ല. പക്ഷേ ഒരു കാര്യം, വരുന്നതൊക്കെ അനുഭവിക്കാൻ നീ മാത്രമേ കാണൂ. കൂട്ടിന് ഞാനോ അമ്മയോ കാണത്തില്ല, അവൾ മുന്നറിയിപ്പ് കൊടുത്തു. ഹേമന്ത് തലകുനിച്ച് നിന്നതേയുള്ളൂ. നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? രജനി പറഞ്ഞത് കേട്ടില്ലേ? എന്താ നിനക്ക് പറയാനുള്ളത്? പ്രസാദ് ചോദിച്ചു. രജനിക്ക് എന്നോട് പൊറുക്കാൻ കഴിയുമെങ്കിൽ അവളോടൊപ്പം ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. മേലിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാകത്തില്ല, ഹേമന്ത് പറഞ്ഞു. അത് നല്ല തീരുമാനമാണ്. നിന്നിൽ നിന്ന് ഗർഭിണിയായ പെണ്ണാണിവൾ. ഇവളെ സംരക്ഷിച്ച് ഒരു ജീവിതം കൊടുക്കേണ്ടത് നിന്റെ കടമയാണ്. അക്കാര്യത്തിൽ നിനക്ക് പിന്തുണയായി ഞാൻ നിൽക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, പ്രസാദ് പറഞ്ഞു. സാറിൻ്റെ ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ എത്രയും വേഗം കല്യാണം നടത്തണം. ഇനി അത് വച്ചു നീട്ടാൻ പറ്റത്തില്ല, സുജാത ആവശ്യപ്പെട്ടു. പ്രസാദേട്ടൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. എന്തിനും ഞാൻ തയ്യാറാണ്, ഹേമന്ത് പറഞ്ഞു. അടുത്ത ഞായറാഴ്ച നിങ്ങളുടെ നാട്ടിലുള്ള അമ്പലത്തിൽ വെച്ച് താലികെട്ട്. ചുരുങ്ങിയ രീതിയിൽ മതി. പയ്യൻ്റെ ഭാഗത്തു നിന്ന് ഏറിയാൽ 10 പേര്. പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് എത്ര പേർ കാണുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി, പ്രസാദ് പറഞ്ഞു. വീട്ടുകാർ തമ്മിൽ ഒരാലോചന നടത്തേണ്ടേ സാർ? സുജാത ചോദിച്ചു. ഇവൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ സംസാരിച്ചോളാം. പാവങ്ങളാ, ഞാൻ പറഞ്ഞാൽ കേൾക്കും. നാളെ കഴിഞ്ഞ് ഞാൻ വന്ന് രജനിയുടെ അമ്മയെ കണ്ട് സംസാരിക്കാം. എന്താ? പ്രസാദ് ചോദിച്ചു. അത് മതി സാർ. പക്ഷേ അമ്പലത്തിൽ വെച്ചുള്ള താലികെട്ട് മാത്രം മതിയോ? രേഖാമൂലമുള്ള കോർപ്പറേഷൻ ഓഫീസിൽ ചെന്ന് നമുക്ക് മാരേജ് രജിസ്റ്റർ ചെയ്യാം. അമ്പലത്തിൽ വെച്ചുള്ള സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ മതി. അതേക്കുറിച്ച് പേടിക്കണ്ട, പ്രസാദ് ഉറപ്പ് കൊടുത്തു. സുജാതയ്ക്കും രജനിക്കും സമാധാനമായി. സാർ, ഒരു കാര്യം കൂടി. ഞാനോ രജനിയെ വിളിച്ചാൽ ഫോൺ എടുക്കണമെന്ന് പറയണം. ഞങ്ങൾ വിളിച്ചപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു, സുജാത പറഞ്ഞു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, ഞാനല്ലേ പറയുന്നത്, പ്രസാദ് ഉറപ്പ് കൊടുത്തു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, സുജാത യാത്ര ചോദിച്ചു. ശരി, പോയിട്ട് വാ. ഹേമന്തിൻ്റെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കിയിട്ടാണ് അവളോടൊപ്പം രജനി പോയത്. 2 പേരും ഗേറ്റ് കടന്ന് പറഞ്ഞപ്പോൾ ഹേമന്തിനെ പ്രസാദ് അഭിമുഖീകരിച്ചു. പൊറുക്കാനാവാത്ത തെറ്റാണ്ടാ നീ ചെയ്തത്. ശ്രീജിയോടുള്ള സ്നേഹം ആത്മാർത്ഥതയുള്ളതാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു രാത്രി ഒന്നിച്ചു കഴിയാൻ അവളെ ഗുരുവായൂർക്ക് കൊണ്ടുപോകാൻ നീ ശ്രമിച്ചത്. ഭാഗ്യത്തിന് അവൾ അന്ന് രക്ഷപ്പെട്ടു. ഹേമന്ത് ഒന്നും മിണ്ടാനാവാതെ നിന്നു. അന്ന് നീ അവളെ കൊണ്ടുപോയിരുന്നെങ്കിൽ 2 ഗർഭിണികളായിരുന്നേനെ നിന്നെ തേടി വരുന്നത്. അപാര ധൈര്യം തന്നെയാടാ നിനക്കുള്ളത്, പ്രസാദ് അയാളെ പരിഹസിച്ചു. ഹേമന്തിന് ഉത്തരമില്ലായിരുന്നു. ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല. നാളെ നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിക്കും. മകൻ്റെ ക്രൂരകൃത്യങ്ങൾ 2 പേരും അറിയട്ടെ. പ്രസാദേട്ടൻ ഇഷ്ടമുള്ളത് ചെയ്തോളൂ. എന്തിനും ഞാൻ ഒരുക്കമാണ്. ആ പെണ്ണിനെ സ്നേഹിച്ചതിലോ ഗർഭിണിയാക്കിയതിലോ ഞാൻ നിന്നെ കുറ്റം പറയില്ല. സാഹചര്യം കൊണ്ട് ആർക്കും അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ അതേ സമയത്ത് നീ ആ പാവം ശ്രീജയെ കൂടി. അവൾക്കിത് താങ്ങാൻ പറ്റത്തില്ല. കല്യാണം കഴിഞ്ഞാൽ താമസിക്കാൻ വീടെടുത്ത് കൊടുക്കണമെന്ന് 2 ദിവസം മുമ്പ് അവൾ കവിതയോട് പറയുന്നത് കേട്ടു. എല്ലാം സംഭവിച്ചു പോയി പ്രസാദേട്ടാ. സംഭവിച്ചു. പക്ഷേ ഇനിയൊരിക്കലും നീ ശ്രീജയെ കാണുകയോ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. അതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ അറിയുമ്പോൾ ആ നിമിഷം അവൾ നിന്നെ മനസ്സിൽ നിന്ന് ഇറക്കിവിടും. ആ ശിക്ഷ ഞാൻ അർഹിക്കുന്നു പ്രസാദേട്ടാ. ശരി, പോയിക്കോ. ഞാൻ അവരോട് പറഞ്ഞത് കേട്ടല്ലോ. അടുത്ത ഞായറാഴ്ച കല്യാണം നടത്തണം. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണം നീ. അതിലെന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ പിന്നെ നീ ഈ കമ്പനിയിൽ ജോലി ചെയ്യത്തില്ല. മനസ്സിലായോ? മനസ്സിലായി, ഹേമന്ത് തലകുലുക്കി. പോയിക്കോ. തലയും താഴ്ത്തി അയാൾ പുറത്തേക്ക് നടന്നു. പിന്നെ ബൈക്കെടുത്ത് ലോഡ്ജിലേക്ക് പോയി. പ്രസാദ് അല്പനേരം ചിന്താമഗ്നനായിരുന്നു. ശ്രീജയെ ഇക്കാര്യം എങ്ങനെ അറിയിക്കും?
അവൾക്കിത് താങ്ങാൻ പറ്റുമോ? വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പുരുഷൻ മറ്റൊരു പെണ്ണുമായി സ്നേഹത്തിലായിരുന്നെന്നും അവൾ ഗർഭിണിയാണെന്നും അറിയുമ്പോൾ പക്ഷേ അറിഞ്ഞേ പറ്റൂ. ഒരു സൂചനയെങ്കിലും കൊടുക്കണം. ഹേമന്ത് കള്ളനാണ്. അവൻ ശ്രീജയുടെ മുന്നിൽ നല്ല പിള്ള ചമയാൻ ശ്രമിച്ചാലോ? അവളുടെ സഹതാപം പിടിച്ചു പറ്റിയിട്ട് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയാലോ? പ്രസാദ് മൊബൈലെടുത്ത് കവിതയെ വിളിച്ചു. അവൾ ഉടൻ തന്നെ ഫോണെടുത്തു. എന്താ പ്രസാദേട്ടാ? നീ എവിടാ? ഹോസ്പിറ്റലിലോ അതോ വീട്ടിലോ? ഹോസ്പിറ്റലിലാണ്. ഞാനിവിടെ ഉള്ളത്രയും നേരം അമ്മയുടെ അടുത്ത് ഇരിക്കണ്ടേ? സുമ ചേച്ചി ഉച്ചയാകുമ്പോഴേക്ക് ചോറുമായി വരും. ശ്രീജയുണ്ട് അവിടെ. അവൾ വീട്ടിലാണ്. സുമ ചേച്ചിയുമായി അവൾ നല്ല കമ്പനിയായി. ചേച്ചിയെ സഹായിക്കാൻ വീട്ടിൽ നിൽക്കുക. അവളും ഉച്ചയ്ക്ക് വരും. കവിത സന്തോഷത്തോടെ പറഞ്ഞു. അമ്മയ്ക്കിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? പ്രസാദ് തിരക്കി. ശ്വാസം മുട്ടൽ ഇത്തിരി കുറവുണ്ട്. എന്നാലും ഒരാഴ്ച കിടക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സുമ ചേച്ചിയെ കൊണ്ട് വീട്ടിലെ കാര്യവും ഹോസ്പിറ്റലിലെ കാര്യവും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല പ്രസാദേട്ടാ. സുമ ചേച്ചിയുടെ ഭർത്താവ് സോമശേഖരൻ ദുബായിലാണ്. അവർക്ക് 12, 10 വയസ്സുള്ള 2 പെൺമക്കളുണ്ട്. വീട്ടിൽ സഹായത്തിന് വേറെ ആരുമില്ല. അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് നിനക്ക് പോയാൽ പോരെയെന്ന് സുമ ചേച്ചി ചോദിച്ചു. ഞാൻ എന്ത് പറയണം പ്രസാദേട്ടാ? എൻ്റെ കാര്യം സാരമില്ല. നിനക്ക് ലീവ് കിട്ടുമെങ്കിൽ നിന്നോ. ലീവൊക്കെ കിട്ടും. പക്ഷേ ഒരാഴ്ച പ്രസാദേട്ടൻ ഒറ്റയ്ക്ക്. അക്കാര്യത്തിൽ വിഷമിക്കേണ്ട. ഞാൻ വെളിയിൽ നിന്ന് കഴിച്ചോളാം. അത്യാവശ്യം വലുതുണ്ടാക്കാനും എനിക്കറിയാമല്ലോ. എങ്കിൽ അമ്മയെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഞാൻ വരാം. അത് മതി. ഞാനിപ്പോൾ വിളിച്ചത് വേറൊരു കാര്യം കൂടി പറയാനാണ്. എന്താ പ്രസാദേട്ടാ? ഉച്ചയ്ക്ക് ശ്രീജ വരുമോ ഹോസ്പിറ്റലിൽ? വരും. നമ്മുടെ ഹേമന്ത് ആളത്ര ശരിയല്ല. അവൻ മഹാകുഴപ്പക്കാരനാണ്. അവനുമായുള്ള കല്യാണം ശ്രീജയ്ക്ക് വേണ്ട. അതെന്താ? വിശ്വാസം വരാതെ കവിത ചോദിച്ചു. അവൻ വേറൊരു പെണ്ണുമായി അടുപ്പത്തിലാണ് എന്ന് മാത്രമല്ല അവൾ പ്രഗ്നൻറ്റുമാണ്. എൻ്റെ ഈശ്വര! കവിത അറിയാതെ വിളിച്ചുപോയി. ഇന്ന് അവളും ചേച്ചിയും കൂടി എന്നെ കാണാൻ വന്നിരുന്നു. എറണാകുളത്ത് അവളുടെ വീട്. അവൻ അവിടെ ഷോപ്പിൽ ചെല്ലുമ്പോൾ കണ്ടുള്ള പരിചയത്തിൽ തുടങ്ങിയ ബന്ധമാണ്. രജനിയെക്കുറിച്ച് അറിഞ്ഞതെല്ലാം അയാൾ കവിതയോട് പറഞ്ഞു. എന്തൊരു അഭിനയമായിരുന്നു അവൻ്റേത്. തക്കം കിട്ടിയാൽ അവൻ ശ്രീജയെ നശിപ്പിച്ചാനെ. അതെ, അവൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്. ഇക്കാര്യം നമ്മൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ. എന്തായാലും ഇതൊന്നും അവിടെ വെച്ച് അവൾ അറിയണ്ട. അവൾക്ക് താങ്ങാൻ പറ്റത്തില്ല. കരഞ്ഞു വിളിച്ച് ബഹളമുണ്ടാക്കും. ഇവിടെ വന്നിട്ട് അറിഞ്ഞാൽ മതി. മറ്റന്നാൾ രാത്രിയുള്ള ട്രെയിനല്ലേ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഒറ്റയ്ക്ക് അവളെ എങ്ങനെ വിടും? കവിത സംശയിച്ചു. രാത്രിയിൽ വിടണ്ട. വെളുപ്പിനൊരു വണ്ടിയുണ്ടല്ലോ. അതിന് കയറിയാൽ വൈകുന്നേരം 5:30 ഇവിടെ എത്തും. എന്നാൽ അങ്ങനെ വിടാം. നേരെ ഹോസ്റ്റലിലേക്ക് പോകാമല്ലോ. ഉറക്ഷീണമില്ലാതെ അവൾക്ക് പിറ്റേന്ന് സ്കൂളിലും പോകാം. അതെ, എന്തായാലും നീ അവൾക്കൊരു മുന്നറിയിപ്പ് കൊടുത്തേക്ക്. ഹേമന്ത് അവളെ കാണാൻ ശ്രമിച്ചാൽ കാണണ്ട എന്ന് പറയണം. എങ്ങോട്ടെങ്കിലും വിളിച്ചാൽ പോകരുതെന്നും പറയണം. പ്രസാദ് നിർദ്ദേശം കൊടുത്തു. അവൾ കാരണം ചോദിച്ചാലോ? എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ പറയുമെന്ന് പറയണം. മനസ്സിലായില്ലേ? ശരി പ്രസാദേട്ടാ. കോൾ കട്ട് ചെയ്തിട്ട് പ്രസാദ് ഒന്നും ചെയ്യാനാവാതെ ഇരുന്നു. ക്ലോക്കിൽ മണി 1. അയാൾക്കൊട്ടും വിശപ്പ് തോന്നിയില്ല. ശ്രീജയോട് എങ്ങനെ ഇതൊക്കെ പറയും? അവളെ എങ്ങനെ സമാധാനിപ്പിക്കും? തൽക്കാലം അവൾ ഒന്നും അറിയണ്ട. അയാൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഹേമന്ത് സൂട്ട് കേസും ബാഗും ഒരുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ മണി 6:30. 8:30-ക്കാണ് ചെന്നൈ സൂപ്പർ എക്സ്പ്രസ്. ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഹൗറ എക്സ്പ്രസ് ഉണ്ട്. അതിൽ കയറി കൽക്കത്തയിലേക്ക് പോകാം. വാതിൽ തുറന്ന് അയാൾ പുറത്തേക്കിറങ്ങി. സന്ധ്യയാകുന്നതേയുള്ളൂ. 6 മണിക്ക് മുമ്പ് രാഹുൽ വരാമെന്ന് പറഞ്ഞതാണ്. അവൻ എത്തിയിട്ടില്ല. അയാൾ മൊബൈലെടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്ന് ലോഡ്ജിൻ്റെ ഗേറ്റിന് വെളിയിൽ നിന്നു. വണ്ടിയിൽ നിന്ന് രാഹുൽ ഇറങ്ങി. ഭാഗ്യം, അവൻ കൃത്യസമയത്ത് തന്നെ വന്നു. ഞാൻ ലേറ്റായോ? തിടുക്കത്തിൽ കയറി വന്ന് രാഹുൽ ചോദിച്ചു. ഇല്ലടാ, 8:30-ക്കേ വണ്ടി വരൂ. ഞാൻ പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. പേഴ്സിൽ നിന്ന് 2000-ൻ്റെ കുറേ നോട്ടുകളെടുത്ത് രാഹുൽ അയാൾക്ക് കൊടുത്തു. ഹേമന്ത് അത് വാങ്ങി എണ്ണി നോക്കി. 20,000 രൂപ. 35 കഴിഞ്ഞ ആഴ്ച ഒരാൾ വില പറഞ്ഞതാ. സാരമില്ല, നിനക്കല്ലേ തരുന്നത്. ഞാനത് നഷ്ടമാണെന്ന് വിചാരിക്കുന്നില്ല. അയാൾ മുറിയിൽ ചെന്ന് ഒരു കവറും ബൈക്കിൻ്റെ ചാവിയും എടുത്തുകൊണ്ടുവന്ന് രാഹുലിന് കൊടുത്തു. വണ്ടിയുടെ പേപ്പറാ. ടാക്സും ഇൻഷുറൻസും ഒക്കെ പക്കയാ. ശരി ഹേമന്ത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അയാൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി. പൊന്നുപോലെ കൊണ്ടു നടന്നിരുന്ന വണ്ടിയാണ്. സാരമില്ല, കിട്ടിയ വിലയ്ക്ക് കൊടുക്കാതെ പറ്റില്ലല്ലോ. ഇനി നാട്ടിലേക്ക് വരാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. ഹേമന്ത് പിന്നെ മൊബൈലിലെടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. അച്ഛൻ കരുണാകരക്കുറുപ്പാണ് ഫോൺ എടുത്തത്. അച്ഛൻ, ഞാനാ ഹേമന്ത്. എന്താ മോനെ? ഞാനിന്ന് മദ്രാസിലേക്ക് പോവാം. കുറച്ച് ദിവസം കഴിഞ്ഞേ വരൂ. കമ്പനി ആവശ്യത്തിനാണോ? അല്ലച്ചാ, ഇതെൻ്റെ സ്വന്തം കാര്യത്തിനാണ്. ഏകദേശം എന്ന് വരും? 1 മാസം, ചിലപ്പോൾ 2. ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കേണ്ട ആവശ്യം വന്നു. അതുകൊണ്ടാ. എന്താവശ്യമാടാ? നീ തെളിച്ചു പറ, കരുണാകരക്കുറുപ്പ് ആവശ്യപ്പെട്ടു. എന്നെ അപമാനിക്കാൻ വേണ്ടി എറണാകുളത്തുള്ള ഒരു പെണ്ണ് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതിന് കൂട്ടു നിൽക്കുകയാ പ്രസാദേട്ടൻ. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ. എന്താണ് മോനെ കാര്യം? ഒന്ന് കണ്ടിട്ട് പോയാൽ പോരെ നിനക്ക്? അമ്പരന്ന് കുറുപ്പ് ചോദിച്ചു. ഇല്ലച്ചാ, വണ്ടിക്ക് സമയമായി. ഞാൻ സൗകര്യം പോലെ വിളിച്ച് വിവരം അറിയിക്കാം.
ഹേമന്ത് കോൾ കട്ട് ചെയ്തു. പിന്നെ അടുത്തുള്ള ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. രാത്രി 8 മണിയായപ്പോൾ അയാൾ ഒരു ഓട്ടോ പിടിച്ച് ബാഗും സൂട്ട് കേസുമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. 10 മിനിറ്റ് വൈകിയാണ് ട്രെയിൻ വന്നത്. ജനറൽ ബോഗിയിൽ കയറി കഷ്ടിച്ച് ഒരു സീറ്റ് സംഘടിപ്പിക്കാൻ ഹേമന്തിന് കഴിഞ്ഞു. ട്രെയിൻ മെല്ലെ മുന്നോട്ട് നീങ്ങി. ഹേമന്ത് ആശ്വാസത്തോടെ കണ്ണുകളടച്ചു. രാവിലെ 9 മണിയായപ്പോൾ ഡോക്ടർ റൗണ്ട്സിന് വന്നു. ആ സമയത്ത് കവിത മാത്രമേ അമ്മയോടൊപ്പം മുറിയിലുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ രാത്രിയിൽ അമ്മ സുഖമായി ഉറങ്ങിയോ? ചെറുപ്പക്കാരനായ ഡോക്ടർ സുമേഷ് ചോദിച്ചു. ഉറങ്ങി ഡോക്ടറെ. രാത്രിയിൽ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ വെളുപ്പായപ്പം ഇത്തിരി വലിവുണ്ടായിരുന്നു, സരോജിനി അമ്മ പറഞ്ഞു. സാരമില്ല, ശ്വാസകോശത്തിൽ കുറച്ച് പ്രോബ്ലം ഉണ്ട്. ഒരാഴ്ചക്കുള്ളിൽ നല്ല ആശ്വാസം കിട്ടും. ദിവസവും വന്ന് 2 നേരം ഇഞ്ചക്ഷൻ എടുക്കാമെങ്കിൽ നാളെ വീട്ടിലേക്ക് വിടാം. അല്ലെങ്കിൽ ഒരാഴ്ച കൂടി കിടക്കണം. എന്തു പറയുന്നു? വീട്ടിൽ ആണുങ്ങളാരും ഇല്ല ഡോക്ടറെ. ദിവസവും രാവിലെയും വൈകിട്ട് വരാൻ പാടാ. വീട്ടിലേക്ക് 6 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് അമ്മയെ ഡിസ്ചാർജ് ചെയ്താൽ മതി, കവിത പറഞ്ഞു. അതാ നല്ലത്. ഇവിടെ ആകുമ്പോൾ കംപ്ലീറ്റ് റെസ്റ്റ് കിട്ടും. തന്നെയുമല്ല, യാത്ര ചെയ്താൽ റോഡിലെ പൊടി മുഴുവൻ ലങ്സിൽ ചെല്ലും. ഡോക്ടർ പോയി. സുമയെ കൊണ്ട് തന്നെ എന്തിനൊക്കെ പറ്റും മോളെ? സരോജിനി അമ്മ സംശയത്തോടെ ചോദിച്ചു. അമ്മയെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പോരെ? എന്നാൽ കുഴപ്പമില്ല മോളെ. അത്രയും ദിവസം നീ ഇവിടെ കാണുമല്ലോ. എനിക്ക് സന്തോഷമായി. എൻ്റെ കൂടെ വന്ന ശ്രീജയെ നാളെ വിട്ടേക്കാം. അവളും ഞാനും കൂടിയല്ലോ നാളെ പോകാനിരുന്നേ, കവിത പറഞ്ഞു. ആ കൊച്ചെ ഇങ്ങോട്ടൊന്ന് വരാൻ പറയണേ. എനിക്ക് ഒന്നുകൂടെ കാണണം അവളെ. നല്ല അടക്കവും ഒതുക്കവും സ്നേഹമുള്ള കുട്ടിയാവൾ. സരോജിനി അമ്മ പറഞ്ഞത് കേട്ട് കവിത ചിരിച്ചു. പാവമാണമ്മേ. എന്നോട് വലിയ സ്നേഹമാണ് അവൾക്ക്. അച്ഛനുമില്ല അമ്മയുമില്ല. ബന്ധുക്കൾക്ക് അവളുടെ ശമ്പളത്തിൽ മാത്രമാ കണ്ണ്. നമ്മുടെ പുത്തമ്പുരയ്ക്കിലെ ജഗദമ്മയുടെ മോൻ കണ്ണന് ഇലക്ട്രിസിറ്റി ബോർഡിലല്ലയോ ജോലി? ആ കൊച്ചിനെ അവന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? സരോജിനിയമ്മ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതൊരു നല്ല ചിന്തയാണെന്ന് കവിതയ്ക്ക് തോന്നി. പ്രസാദേട്ടൻ പറഞ്ഞത് കേട്ടിട്ട് ഹേമന്ത് ആളത്ര ശരിയല്ലെന്നാണ് തോന്നുന്നത്. അവർ തമ്മിലുള്ള കല്യാണം നടക്കാൻ സാധ്യതയില്ല. കണ്ണൻ കാണാൻ സുന്ദരനാണ്. ശ്രീജയും അവനും തമ്മിൽ നല്ല ചേർച്ചയുമായിരിക്കും. നമുക്ക് ആലോചിക്കാം അമ്മേ, അവൾ പറഞ്ഞു. ഹേമന്തിനെ കുറിച്ച് ശ്രീജയ്ക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാം ആദ്യം. അത് കഴിഞ്ഞ് മതി വിശദമായി കാര്യങ്ങൾ പറയുന്നത്. അമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാൻ ഞാൻ. ഫ്ലാസ്കും എടുത്ത് കവിത ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനിലേക്ക് പോകാൻ തയ്യാറായി. ഇനി ദോശ വേണ്ട മോളെ. 2 ദിവസം ദോശ തിന്നപ്പോഴേക്കും മടുത്തു. വേറെ എന്തെങ്കിലും മേടിക്കാം. ക്യാൻറ്റീനിൽ അപ്പവും മുട്ട റോസ്റ്റും ഉണ്ടായിരുന്നു. കവിത അത് വാങ്ങിക്കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്തു. എന്നിട്ട് മൊബൈലെടുത്ത് സുമയെ വിളിച്ചു. എന്താ കവിതയെ? സുമ ചോദിച്ചു. ഉച്ചയ്ക്ക് ചേച്ചി ചോറുമായി വരുമ്പോൾ ശ്രീജയെ കൂടെ കൊണ്ടുവരണേ. അമ്മയ്ക്ക് അവളെ കാണണമെന്ന്. ഇന്നലെ കണ്ടതല്ലേ കവിതയെ? ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു പെണ്ണിന് എന്ത് മാറ്റം വരാനാ? കളിമട്ടിൽ സുമ ചോദിച്ചു. അമ്മയ്ക്ക് മനസ്സിലെന്തെങ്കിലും ആഗ്രഹം കാണുമായിരിക്കും. നമുക്കറിയത്തില്ലല്ലോ. കൊണ്ടുവരാം. ഇന്ന് രാത്രിയിൽ ഞാനിരുന്നോളാം അമ്മയുടെ കൂടെ. നീ വീട്ടിലേക്ക് വന്ന് കുളിച്ച് റെസ്റ്റ് എടുക്ക്. ഞാനും അതാ ചേച്ചി വിചാരിക്കുന്നത്. നാളെ രാവിലത്തെ വണ്ടിക്ക് ശ്രീജയെ വിടുകയും വേണം. വെളുപ്പിന് 5 മണിയാകുമ്പം പരിചയമുള്ള ഏതെങ്കിലും ഓട്ടോ വരാൻ ഏർപ്പാട് ചെയ്യണേ. അവളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് വിടാനാ. ഭരതനോട് പറയാം. എവിടെയെങ്കിലും പോകണമെങ്കിൽ അവനെയോ ഞാൻ സ്ഥിരമായി വിളിക്കാറുള്ളത്. എന്നാൽ ഇപ്പം തന്നെ വിളിച്ച് പറഞ്ഞേക്ക്. ശരി, പറയാം. ശ്രീജയെ ഒറ്റയ്ക്ക് കിട്ടിയാലേ ഹേമന്തിൻ്റെ കാര്യം പറയാൻ പറ്റൂ. പ്രസാദേട്ടൻ പറഞ്ഞതുപോലെ ഒരു സൂചന മാത്രം കൊടുത്താൽ മതി. അവിടെ ചെന്ന് കഴിഞ്ഞു മതി വിശദമായി എല്ലാം അറിയുന്നത്. അന്ന് ഉച്ചയ്ക്ക് 12:30 അമ്മയ്ക്ക് ചോറുമായി സുമ വന്നു. ഒപ്പം ശ്രീജയും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതാ നിന്നെയും കൊണ്ടുവരാൻ ചേച്ചിയോട് പറഞ്ഞത്, കവിത അറിയിച്ചു. അല്ലെങ്കിൽ തന്നെ ഞാൻ ശ്രീജയെ കൊണ്ടുവരുമായിരുന്നു. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ? പിള്ളേർ രണ്ടോ സ്കൂളിൽ പോയേക്കുമല്ലേ, സുമ പറഞ്ഞു. സരോജിനി അമ്മ ശ്രീജയെ അടുത്ത് പിടിച്ചിരുത്തി അല്പനേരം സംസാരിച്ചു. കവിതയ്ക്ക് മാത്രമേ കാര്യം മനസ്സിലായുള്ളൂ. പുത്തമ്പുരയ്ക്കിലെ ജഗദമ്മ ചിറ്റയുടെ മോൻ കണ്ണന് വേണ്ടി പെണ്ണാലോചിക്കാൻ പോവുകയില്ലേ അവളെ? ഞങ്ങളെന്നാൽ വീട്ടിലേക്ക് പോവാണമ്മേ, ഒടുവിൽ കവിത പറഞ്ഞു. നാളെ രാവിലെ നീ ഇങ്ങ് വരത്തില്ലേ മോളെ? സരോജിനി അമ്മ ചോദിച്ചു. ശ്രീജയെ ട്രെയിനിൽ കയറ്റി വിടണം. അത് കഴിഞ്ഞ് ഞാനിങ്ങ് വരും. അപ്പോൾ കവിതേച്ചി എന്നാ അങ്ങോട്ട് വരുന്നത്? ശ്രീജ ചോദിച്ചു. അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടു ചെന്നാക്കിയിട്ടേ ഞാൻ വരൂ. അപ്പോൾ തന്നെ ശ്രീജയെയും കൊണ്ട് കവിത വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ചോറ് വിളമ്പി 2 പേര് ഉണ്ടു. അത് കഴിഞ്ഞ് ഇരുവരും സ്വീകരണ മുറിയിൽ ചെന്നിരുന്നു. ഹേമന്ത് നിന്നെ വിളിച്ചു എന്ന് കാര്യത്തിലേക്ക് കടക്കാനായി കവിത വെറുതെ എന്ന മട്ടിൽ ചോദിച്ചു. ഇല്ല ചേച്ചി, ഇന്നലെയും വിളിച്ചില്ല. പലതവണ ഞാൻ അങ്ങോട്ട് വിളിച്ചു. അപ്പോഴൊക്കെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വച്ചേക്കുമായിരുന്നു, ടെലിവിഷമത്തോടെ അവൾ പറഞ്ഞു. ഇനി അങ്ങോട്ട് വിളിക്കണ്ട. എനിക്ക് തോന്നുന്നേ എന്നോടുള്ള ദേഷ്യത്തിന് സ്വിച്ച് ഓഫ് ചെയ്ത് വച്ചേക്കുവാണെന്നാ. അതെന്താ, നിങ്ങൾ തമ്മിൽ വല്ലതും പറഞ്ഞ് തെറ്റിയോ? അതല്ല ചേച്ചി, ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഹേമന്തിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെന്താ? 2-3 ദിവസം എന്നെ കാണാൻ പറ്റത്തില്ലല്ലോ. അത് സാരമില്ല. തൽക്കാലം അവനെ കാണാതിരിക്കുന്നതാണ് നല്ലത്. വിളിക്കുകയും വേണ്ട. ചില പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? ഉത്കണ്ഠയോടെ ശ്രീജ ചോദിച്ചു. അവനെക്കുറിച്ച് ചില സീരിയസ് ആയ ആരോപണങ്ങൾ പ്രസാദേട്ടന് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല. അവനുമായി തൽക്കാലം ഒരു ബന്ധവും വേണ്ടെന്ന് നിന്നോട് പറയാൻ പ്രസാദേട്ടൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുക. ഞാൻ പ്രസാദേട്ടനൊന്ന് വിളിക്കട്ടെ? വേണ്ട, പ്രസാദേട്ടൻ ഒന്നും വിട്ടു പറയത്തില്ല. അങ്ങ് ചെന്നിട്ട് അറിഞ്ഞാൽ മതിയെന്നാണ് പ്രസാദേട്ടൻ പറഞ്ഞത്. ശ്രീജയ്ക്ക് ഭയമായി. എന്താണെങ്കിലും എന്നോട് പറ ചേച്ചി. എനിക്കത് അറിയാതെ സമാധാനം കിട്ടത്തില്ല.
അറിഞ്ഞാൽ നിന്റെ മനസ്സമാധാനമെല്ലാം പോകും. അതുകൊണ്ടായിരിക്കും പ്രസാദേട്ടൻ പറയാത്തത്. നാളെ നീ അങ്ങ് ചെല്ലുമല്ലോ, അന്നേരം പറഞ്ഞാൽ മതി. നാളെ രാവിലെ എപ്പോഴാണ് ട്രെയിൻ? വെളുപ്പിന് 5:30. ഞാൻ നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടു ചെന്ന് വിടാം. വൈകിട്ട് 6 മണിക്ക് മുമ്പ് അവിടെ എത്തും. ഇന്ന് രാത്രിയിൽ ട്രെയിനില്ലേ? എന്താ, ഇന്ന് പോണോ? ഇന്ന് പോയാൽ രാവിലെ അങ്ങ് എത്താമായിരുന്നു. റിസർവേഷൻ ഇല്ലാതെ രാത്രിയിൽ നീ ഒറ്റയ്ക്ക് പോകണ്ട. കാലം ശരിയല്ല. ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ശ്രീജയുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു. ഉച്ച കഴിഞ്ഞ് വീണ്ടും ഹേമന്തിൻ്റെ വീട്ടിലെ നമ്പറിലേക്ക് പ്രസാദ് വിളിച്ചു. ബെല്ലടിച്ച് നിന്നതല്ലാതെ ആരും ഫോൺ എടുത്തില്ല. രാവിലെ മുതൽ 4-5 തവണ ഇടവിട്ട് വിളിച്ചു തുടങ്ങിയതാണ്. പക്ഷേ കോൾ കിട്ടിയില്ല. ഹേമന്തിനെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നു. എന്തോ ഒത്തുകളി നടക്കുന്നുണ്ടോ എന്ന് പ്രസാദിന് സംശയം തോന്നി. രജനിയുടെ കാര്യം ഹേമന്ത് വീട്ടിൽ അറിയിച്ചു കാണും. അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ആ ബന്ധത്തിൽ എതിർപ്പ് കാണും. താൻ വിളിക്കുമെന്ന് അവൻ അറിയിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ ഫോൺ എടുക്കാത്തത്. 4 മണിയായപ്പോൾ പ്രസാദ് വീണ്ടും വിളിച്ചു. ഇത്തവണ കോൾ കിട്ടി. ഹലോ, ആരാ വിളിക്കണേ? ഹേമന്തിൻ്റെ അച്ഛൻ കരുണാകരക്കുറുപ്പാണ് ഫോൺ എടുത്തതെന്ന് പ്രസാദിന് മനസ്സിലായി. ഞാനാണ് പ്രസാദ്. അയ്യോ, പ്രസാദ് സാറാണോ? എനിക്ക് മനസ്സിലായി സാർ എന്തിനാണ് വിളിക്കുന്നതെന്ന്. അവൻ കാര്യമെല്ലാം പറഞ്ഞു. പക്ഷേ അവൻ ഒരു തരത്തിലും സമ്മതിക്കത്തില്ല സാറേ. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? നിസ്സഹായതയോടെ അയാൾ പറഞ്ഞു. എന്നിട്ട് എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. വീട്ടിൽ ചെന്ന് കാര്യം പറയാമെന്നും അച്ഛനും അമ്മയും സമ്മതിക്കുമെന്നുമാണല്ലോ ഇവിടുന്ന് പോയപ്പോൾ എന്നോട് അവൻ പറഞ്ഞത്. എനിക്കും ഓമനിക്കും അവൻ നാട്ടിൽ തന്നെയുള്ളതാ സാറേ സന്തോഷം. പക്ഷേ കൂടുതൽ ശമ്പളം കിട്ടുമെന്നും കമ്പനിയിൽ നല്ല സ്ഥാനമായിരിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തില്ല. കുറുപ്പ് പറഞ്ഞത് പ്രസാദിന് മനസ്സിലായില്ല. അല്ല, ഏത് കമ്പനിയുടെ കാര്യമാണ് അച്ഛൻ പറയുന്നത്? അവന് പുതിയ കമ്പനിയിൽ ജോലി കിട്ടിയില്ലേ? അവൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ശമ്പളം കൂട്ടിക്കൊടുക്കാമെന്ന് പ്രസാദ് സാർ പറഞ്ഞെന്നും അത് കൂട്ടാക്കാതെയാണ് അവൻ അവിടുന്ന് രാജിവെച്ചതെന്നും പറഞ്ഞു സാറേ. എന്തൊക്കെയോ അപ്രതീക്ഷിത സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പ്രസാദിന് മനസ്സിലായി. അങ്ങനെയാണോ അവൻ പറഞ്ഞത്? അതെ സാറേ, രാജിവെച്ച് പോവാണെന്ന് പറഞ്ഞപ്പോൾ സാറിന് വലിയ ദേഷ്യമായെന്നും സാറ് വിളിച്ചാൽ ഫോൺ എടുക്കണ്ടെന്നും അവൻ പറഞ്ഞായിരുന്നു. പക്ഷേ സാറിനോട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അവനിപ്പോൾ വീട്ടിലുണ്ടോ? സംശയത്തോടെ പ്രസാദ് ചോദിച്ചു. ഇല്ല സാറേ, അവനിങ്ങോട്ട് വന്നില്ല. ഫോണിൽ വിളിച്ചാ ഇതെല്ലാം പറഞ്ഞത്. ഇന്നലെ രാത്രിയിൽ തന്നെ അവൻ പോയി. എങ്ങോട്ട്? കോയമ്പത്തൂർക്ക്. അവിടെയുള്ള കമ്പനിയിലല്ലേ അവന് ജോലി കിട്ടിയേക്കുന്നേ. അറിയാതെ പ്രസാദിൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു. പേരും കള്ളൻ, ആരും അറിയാതെ നാട് വിട്ടിരിക്കുന്നു. അച്ഛാ, അവൻ പറഞ്ഞതെല്ലാം കള്ളമാ. അവൻ ഇതുവരെ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല. പുതിയ കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് എന്നോട് പറഞ്ഞിട്ടുമില്ല. എനിക്ക് തോന്നുന്നത് അവൻ നാട് വിട്ടു പോയെന്നാ. അയ്യോ സാറേ, എന്താ ഈ പറയുന്നത്? അവൻ നാട് വിട്ടു പോയെന്നാ? എന്തിന്? അതിന് മാത്രം അവൻ എന്ത് ചെയ്തു? ആദ്യയുടെ കരുണാകരക്കുറുപ്പ് ചോദിച്ചു. അതിന് തക്ക കാരണമുണ്ട്. അതൊന്നും ഫോണിൽ പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ്. ഞാൻ അവൻ്റെ ലോഡ്ജിലൊന്ന് അന്വേഷിക്കട്ടെ, അത് കഴിഞ്ഞ് വിളിക്കാം. വിളിക്കണേ സാറേ, അവനെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ? ഞാൻ വിളിക്കാം അച്ഛാ. പ്രസാദ് കോൾ കട്ട് ചെയ്തു. അയാൾക്ക് ഒരു കാര്യം മനസ്സിലായി. രജനിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ നാട് വിട്ടു കഴിഞ്ഞു. ഉടൻ തന്നെ പ്രസാദ് കാറെടുത്ത് ഹേമന്ത് താമസിച്ചിരുന്ന ലോഡ്ജിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഹേമന്തിൻ്റെ മുറി പൂട്ടിയിട്ടിരിക്കുന്നു. മിക്ക അന്തേവാസികളും സ്ഥലത്തില്ല. അയാൾ സംശയിച്ച് നിന്നപ്പോൾ താടി വെച്ച ചെറുപ്പക്കാരൻ മറ്റൊരു മുറി തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നു. എന്താ സാറേ? പ്രസാദ് ആരെയോ അന്വേഷിച്ച് വന്നതാണെന്ന് മനസ്സിലായപ്പോൾ അയാൾ ചോദിച്ചു. ഈ റൂമിൽ താമസിക്കുന്ന ഹേമന്ത്? പുള്ളി ഇന്നലെ റൂം വെക്കേറ്റ് ചെയ്തു പോയല്ലോ. അപ്പോൾ വിചാരിച്ചിരുന്നത് തന്നെ സംഭവിച്ചിരിക്കുന്നു. എങ്ങോട്ടാണ് പോയത്? വേറെ ജോലി കുട്ടി പോവാണെന്നാണ് പറഞ്ഞത്. ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പ്രസാദ് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. നാളെ രജനിയോ അവളുടെ ചേച്ചിയോ വിളിക്കും. എന്ത് മറുപടി പറയും? നാളെ ശ്രീജ വരും. അവളോട് എന്ത് പറയും? അന്ന് വൈകുന്നേരം സുജാതയുടെ വിളി വന്നു. ഞാൻ രജനിയുടെ ചേച്ചി സുജാതയാണ് സാർ. മനസ്സിലായി. ഹേമന്തിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ സാർ. അവൾ പറഞ്ഞു. ഞാനും വിളിച്ചിട്ട് കിട്ടുന്നില്ല. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ അവൻ്റെ വീട്ടിൽ വിളിച്ച് അച്ഛനുമായി സംസാരിച്ചു. അവൻ ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വേറെ കമ്പനിയിൽ ജോലിക്ക് പോകുന്നെന്നാണ് വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അയാളെ വിടരുത് സാർ. നാളെ രാവിലെ ഞങ്ങൾ വരാം. വേണമെങ്കിൽ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാം. എന്നാലും എൻ്റെ അനിയത്തിയുടെ കല്യാണം നടത്തിയേ പറ്റൂ. ഞാൻ ഹേമന്തിൻ്റെ ലോഡ്ജിൽ പോയി അന്വേഷിച്ചിട്ട് വരുന്ന വഴിയാണ്. അവൻ അവിടുത്തെ റൂം വിട്ടെന്നാണ് അറിഞ്ഞത്. അയ്യോ സാർ, നിലവിളി പോലെയായിരുന്നു സുജാതയുടെ സ്വരം. അവനെ നമുക്ക് കണ്ടുപിടിക്കാം. സുജാത ധൈര്യമായിട്ടിരിക്കൂ. എന്തെങ്കിലും വിവരം പറഞ്ഞാൽ ഞാൻ വിളിക്കാം. കൂടുതൽ സംസാരിക്കാൻ കഴിയാതെ പ്രസാദ് കോൾ കട്ട് ചെയ്തു. പിറ്റേന്ന് രാവിലെ കവിതയുടെ ഫോൺ വന്നു. പ്രസാദേട്ടാ, ഞാൻ ശ്രീജയെ ട്രെയിനിൽ കയറ്റി വിട്ടിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ അവൾ വിളിക്കും. വൈകിയാൽ ഹോസ്റ്റലിൽ കൊണ്ടുചെന്ന് വിടണേ. അയാൾ മൂളി. ഹേമന്തിനെ പിന്നെ കണ്ടോ? കവിത തിരക്കി. ഇല്ല. അവനെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളൊന്നും അപ്പോൾ അവളോട് പറയാൻ അയാൾ ആഗ്രഹിച്ചില്ല. ശരി, ഞാൻ പിന്നെ വിളിക്കാം. അയാൾ ഓഫീസിൽ ചെന്നപ്പോൾ രജനിയുടെ വിളി വന്നു. ചേച്ചി എല്ലാം പറഞ്ഞു സാർ. ഞാൻ വിളിച്ചപ്പോൾ ഹേമേട്ടൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫാണ്. കരയുകയായിരുന്നു അവൾ. അതിനുശേഷം അവൻ്റെ ഒരു വിവരവുമില്ല രജനി. എനിക്കിനി ആത്മഹത്യയെ നിവൃത്തിയുള്ളൂ സാർ. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അവനെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. എന്ത് സംഭവിച്ചാലും നമ്മൾ അതിനെ തൻ്റെ അടുത്തോടെ നേരിടണം. തോറ്റു പിന്മാറുകയല്ല വേണ്ടത്. എന്നാലും സാർ, ഞാൻ അനുഭവിക്കുന്ന വേദന
എനിക്ക് മനസ്സിലായി രജനി. അല്പം ഒന്ന് കാത്തിരുന്നേ പറ്റൂ. എല്ലാം ഒന്ന് തണുത്തെന്ന് മനസ്സിലാകുമ്പോൾ അവൻ താനേ തിരിച്ചു വരും. എന്തെങ്കിലും അറിവ് കിട്ടിയാൽ എന്നെ വിളിക്കണേ, അവൾ അപേക്ഷിച്ചു. പ്രസാദ് വീണ്ടും ഓഫീസ് ജോലികളിൽ മുഴുകി. 4 മണിയായപ്പോൾ ശ്രീജയുടെ വിളി വന്നു. പ്രസാദ് ഏട്ടാ, വണ്ടി 2 മണിക്കൂർ ലേറ്റാണ്. എന്തോ എൻജിൻ തകരാറുണ്ടായി. ഒരു സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം വിട്ടതേയുള്ളൂ. അയാൾ കണക്ക് കൂട്ടി നോക്കി. 5:30 വരേണ്ട വണ്ടിയാണ്. 7:30 വന്നാലും ശ്രീജയെ ഹോസ്റ്റലിൽ കൊണ്ടുചെന്ന് വിടാൻ പറ്റും. 7:30 കഴിഞ്ഞ് ഹോസ്റ്റലിൻ്റെ ഗേറ്റ് പൊട്ടു. ഞാൻ സ്റ്റേഷനിൽ കാണും. നീ എന്തുകൊണ്ടും പേടിക്കണ്ട. ശരി പ്രസാദേട്ടാ. 7 മണിയായപ്പോൾ കാറുമായി അയാൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. വണ്ടി 3 മണിക്കൂർ ലേറ്റാണെന്ന് അപ്പോഴാണ് അറിഞ്ഞത്. ശ്രീജയ്ക്ക് ഇന്നിനി ഹോസ്റ്റലിൽ കയറാൻ പറ്റില്ല. 9 മണിയായി. ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിന്നപ്പോൾ ആരുമില്ലാത്ത വീട്ടിലേക്ക് ശ്രീജയെ എങ്ങനെ കൊണ്ടുപോകും? ബാഗുമായി അവൾ അയാളെ കണ്ട് ഓടി വന്നു. പച്ച സിഗ്നൽ ഇരുട്ടിൽ തെളിഞ്ഞു. ട്രെയിൻ മെല്ലെ നീങ്ങി തുടങ്ങി. പ്ലാറ്റ്ഫോമിൽ നിന്ന് യാത്രക്കാർ തിടുക്കത്തിൽ പുറത്തേക്ക് നടന്നു. ഓടി വന്ന ശ്രീജ പ്രസാദിൻ്റെ മുന്നിലെത്തി നിന്നു. വണ്ടി ഇത്രയും ലേറ്റാക്കുമെന്ന് വിചാരിച്ചില്ല പ്രസാദേട്ടാ, അവൾ വിഷണ്ണയായി പറഞ്ഞു. സാരമില്ല, നമുക്ക് ഹോസ്റ്റലിലേക്ക് പോകാം, അയാൾ സമാധാനിപ്പിച്ചു. പോയിട്ട് കാര്യമില്ല, അവർ ഗേറ്റ് തുറക്കത്തില്ല. 7:30 വരെയാണ് സമയം, മാക്സിമം 8. ഹോസ്റ്റൽ മേട്ടൻ്റെ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അയാൾ പ്രതീക്ഷ കൈവിട്ടില്ല. വിളിച്ചാലും ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. 3-4 മാസം മുമ്പ് പ്രവീണ ഇതുപോലെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ രാത്രി 8:30 മേട്ടനെ വിളിച്ച് കാല് പിടിച്ച് അകത്ത് കയറി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് സീനത്തെ എവിടെയോ പോയിട്ട് 9 മണിയായപ്പോൾ വന്നു. അവളെ മേട്ടൻ ഹോസ്റ്റലിൽ കയറ്റിയില്ല. അത് പിന്നെ വലിയ പരാതിയും വഴക്കുമായി. അതിനുശേഷം മേട്ടൻ വളരെ സ്ട്രിക്റ്റാണ്. അതെയോ? നമുക്ക് വീട്ടിലേക്ക് പോകാം പ്രസാദേട്ടാ. ഒരു മിനിറ്റ്, ഞാൻ കവിതയൊന്ന് വിളിക്കട്ടെ. കാറിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ കവിതയെ വിളിച്ച് പ്രസാദ് കാര്യം പറഞ്ഞു. അവൾ പറയുന്നത് വീട്ടിലേക്ക് പോകണമെന്നാ. അത് ശരിയല്ലല്ലോ. അവൾ കല്യാണം കഴിയാത്തൊരു പെണ്ണല്ലേ. നാളെ ഒരിക്കൽ ആരെങ്കിലും അബോധം പറഞ്ഞാൽ? പ്രസാദേട്ടന് ആ പേടിയൊന്നും വേണ്ട. ആരറിയാനാ? അല്ലെങ്കിൽ തന്നെ സ്വന്തം അനിയത്തിയെ പോലെയല്ലേ അവൾ പ്രസാദേട്ടന്. കവിത അയാളെ സമാധാനിപ്പിച്ചു. നിന്റെ ഓഫീസിലെ കസ്തൂരി ബസ് സ്റ്റാൻഡിനടുത്തല്ലേ താമസം? അവളെ ഒന്ന് വിളിച്ചു ചോദിക്കേ ഇന്ന് രാത്രി ശ്രീജയെ അവരുടെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന്. എങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് വിളിക്കാം. കവിത കോൾ കട്ട് ചെയ്തു. അപ്പോഴേക്ക് 2 പേരും പാർക്കിംഗ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. വല്ലവരെയുമൊക്കെ എന്തിനാ പ്രസാദേട്ടാ ബുദ്ധിമുട്ടിക്കുന്നത്? നമുക്ക് വീട്ടിലേക്ക് പോകാം. എനിക്കതാ ഇഷ്ടം. എന്തായാലും കവിത ഇപ്പോൾ വിളിക്കും, എന്നിട്ട് തീരുമാനിക്കാം. വേണ്ട പ്രസാദേട്ടാ, എനിക്ക് ഇന്ന് തന്നെ പ്രസാദേട്ടനോട് സംസാരിക്കണം. ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അത് നമുക്ക് ഫോണിലും സംസാരിക്കാമല്ലോ. ഹേമന്തിനെ കുറിച്ചാണ് അവൾക്കറിയേണ്ടതെന്ന് അയാൾക്ക് മനസ്സിലായി. സംസാരിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത വിഷയമാണത്. പെട്ടെന്ന് കവിതയുടെ വിളി വന്നു. നിങ്ങൾ വീട്ടിലേക്ക് പോ പ്രസാദേട്ടാ, അവൾ പറഞ്ഞു. കസ്തൂരിയെ കിട്ടിയില്ലേ? അവളുടെ ബ്രദറും വൈഫും ഇന്ന് വൈകിട്ട് വന്നെന്ന്. വീട്ടിൽ സ്ഥല സൗകര്യ കുറവുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അവളുടെ ഹസ്ബൻഡ് ആൾ ശരിയല്ല. അതാ കാരണം. നീ ഇപ്പോൾ വീട്ടിലേക്ക് പോ. രാവിലെ അവളെ ഹോസ്റ്റലിലേക്ക് വിട്ടാൽ മതി. ശരി കവിതേ. ഒടുവിൽ പ്രസാദിന് സമ്മതിക്കേണ്ടി വന്നു. രാത്രിയിൽ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു വേണം പോകാൻ, അവൾ ഓർമ്മിപ്പിച്ചു. കവിത കോൾ കട്ട് ചെയ്തു. പ്രസാദ് തലതിരിച്ച് ശ്രീജയെ നോക്കി. അയാളുടെ തീരുമാനമറിയാൻ കാത്തു നിൽക്കുകയായിരുന്നു അവൾ. നമുക്ക് വീട്ടിലോട്ട് പോകാം. ഞാനിത് നേരത്തെ പറഞ്ഞതല്ലേ. അന്നേരം പ്രസാദേട്ടന് പേടി. നിന്നെപ്പോലെ ചെറുപ്പക്കാരിയും സുന്ദരിയുമായ പെണ്ണിനെയും കൊണ്ട് വേറെ ആരുമില്ലാത്ത ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ഏത് പുരുഷനും പേടിക്കണം. അയാൾ പറഞ്ഞത് കേട്ട് അവൾ ചിരിച്ചു. എന്തായാലും എന്നെ പേടിക്കണ്ട, അവൾ പറഞ്ഞു. എനിക്ക് നിന്നെയല്ല പേടി, നാട്ടുകാരെയാ. ഡോർ തുറന്ന് പ്രസാദ് കാറിലേക്ക് കയറി. സമയം കളയാതെ ശ്രീജയും കയറി ഫ്രണ്ട് സീറ്റിൽ അയാളോടൊപ്പം ഇരുന്നു. നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് കവിത പറഞ്ഞത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ വീട്ടിൽ. കാർ മുന്നോട്ടെടുക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു. വേറെ അങ്ങോട്ടും ഞാൻ വരില്ലായിരുന്നു. കാരണം ഇന്ന് തന്നെ എനിക്ക് പ്രസാദ് എന്നോട് സംസാരിക്കണം. എന്ത്? ഹേമന്തിൻ്റെ കാര്യം. അതെന്താണെന്ന് എനിക്കറിയണം. ഹേമന്തിനെ കുറിച്ച് അരുതാത്ത എന്തോ കാര്യങ്ങൾ പ്രസാദേട്ടൻ അറിഞ്ഞിട്ടുണ്ടെന്ന് കവിത ചേച്ചി പറഞ്ഞു. അതെനിക്കറിയണം. ഗൗരവസ്വരത്തിലാണ് അവൾ പറഞ്ഞത്. ഏയ്, അങ്ങനെയൊന്നുമില്ല. അയാളത് അവളോട് പറയാൻ ആഗ്രഹിച്ചില്ല. എന്നെ ഒന്നും ഒളിക്കല്ലേ. ഹേമന്തുമായി തൽക്കാലം ഒരു ബന്ധവും വേണ്ടെന്ന് എന്നോട് പറയാൻ കവിതേച്ചിയെ ഏർപ്പെടുത്തിയില്ലേ പ്രസാദേട്ടൻ. അതിൻ്റെ കാരണം എനിക്ക് അറിഞ്ഞേ തീരൂ. നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? ചപ്പാത്തിയോ അതോ ദോശയോ? അയാൾ പെട്ടെന്ന് ചോദിച്ചു. പ്രസാദേട്ടൻ മേടിക്കുന്നത് തന്നെ എനിക്കും മതി, ദോശയായാലും ചപ്പാത്തി ആയാലും. ഹോട്ടലിൻ്റെ മുന്നിൽ അയാൾ കാർ നിർത്തി. ഇവിടെ ഇരിക്കെ, ഞാൻ പാഴ്സൽ മേടിച്ചുകൊണ്ട് വരാം. ശ്രീജയെ കാറിലിരുത്തിയിട്ട് അയാൾ ഹോട്ടലിലേക്ക് കയറിപ്പോയി. ചുടുദോശയും കടലക്കറിയുമാണ് അയാൾ വാങ്ങിയത്. ഇത്ര വേഗം കിട്ടിയോ? അയാൾ തിരിച്ചെത്തിയപ്പോൾ അവൾ ചോദിച്ചു. നമ്മൾ കഴിക്കാൻ ചെന്ന് ഓർഡർ കൊടുത്താൽ 1 മണിക്കൂർ കഴിഞ്ഞേ തരൂ, അവൾ പറഞ്ഞു. അത് നല്ലതല്ലേ, അത്രയും നേരം സംസാരിച്ചിരിക്കാമല്ലോ. പ്രസാദേട്ടൻ അതെനിക്കിട്ട് ഒന്ന് കുത്തിയതാണെന്നോ മനസ്സിലായി. അവൾ മുഖം വീർപ്പിച്ചു. അങ്ങനെയല്ല, ഹേമന്തിനോടൊപ്പം ഞാനെങ്ങനെ ഹോട്ടലിലൊന്നും ഫുഡ് കഴിക്കാൻ പോയിട്ടില്ല. പോകാതിരുന്നത് നന്നായി. അതെന്താ? ഒന്നുമില്ല. പ്രസാദേട്ടൻ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, അവൾ പരിഭവിച്ചു. അല്ല, ഞാൻ പൊതുവേ പറഞ്ഞതാണ്. അയാൾ പറഞ്ഞത് നുണയാണെന്ന് അവൾക്ക് മനസ്സിലായി. അയാളൊന്നും തുറന്നു പറയുന്നില്ലെന്ന്. പ്രസാദേട്ടൻ്റെ മനസ്സ് തുറപ്പിക്കാൻ എന്താണൊരു വഴി? എന്തായാലും വീട്ടിൽ ചെല്ലട്ടെ. വീടിൻ്റെ മുന്നിൽ ചെന്ന് കാർ നിന്നു. പ്രസാദ് ഇറങ്ങിച്ചെന്ന് മുൻവാതിൽ തുറന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഇറങ്ങും മുമ്പ് ലൈറ്റ് ഇട്ടിരുന്നതിനാൽ വീട്ടിൽ വെളിച്ചമുണ്ടായിരുന്നു.
ശ്രീജ കാറിൽ നിന്ന് ഇറങ്ങി വന്നു. ഞാൻ ഗേറ്റ് അടച്ചിട്ട് വരാം. പ്രസാദ് ചെന്ന് ഗേറ്റ് ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ട് കാറിൽ നിന്ന് പാഴ്സലെടുത്ത് ഊൺമുറിയിലെ മേശപ്പുറത്ത് കൊണ്ടുചെന്ന് വെച്ചു. നീ കഴിച്ചിട്ട് കിടന്നോ, എനിക്കൊന്ന് കുളിക്കണം, ഞാൻ പിന്നെ കഴിച്ചോളാം. വെളുപ്പം കാലത്ത് ട്രെയിനിൽ കയറിയതല്ലേ ഞാൻ, നല്ല ക്ഷീണമുണ്ട്, കുളിച്ചിട്ടേ ഞാൻ കിടക്കുന്നുള്ളൂ. ദേഹം മുഴുവൻ പൊടിയ, വിയർപ്പുമുണ്ട്. ശ്രീജ അവളുടെ മുറിയിലേക്ക് പോയി. ഹേമന്തിനെക്കുറിച്ച് സംസാരിച്ചിട്ടേ അവൾ ഇന്ന് ഉറങ്ങൂ എന്ന് അയാൾക്ക് മനസ്സിലായി. എങ്ങനെ എല്ലാം തുറന്നു പറയും? എല്ലാം അറിയുമ്പോൾ അവൾക്കത് താങ്ങാൻ പറ്റുമോ? കല്യാണം കഴിക്കാനിരിക്കുന്ന പുരുഷൻ മറ്റൊരു പെണ്ണിൻ്റെ കാമുകനാണെന്ന് മാത്രമല്ല. പ്രസാദ് ബെഡ്റൂമിലേക്ക് ചെന്ന് വാതിലടച്ചു. കുളിച്ച് ആഹാരം കഴിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങണം. അയാൾ കുളിച്ച് അലമാരിയിൽ നിന്ന് പുതിയ മുണ്ടെടുത്തെടുത്തു. തേച്ചു മടക്കി വെച്ചിരുന്ന ഷർട്ടും ധരിച്ചു. അയാൾ ഊണുമുറിയിലേക്ക് ചെന്നപ്പോൾ കരിങ്ങാലി വെള്ളം തിളപ്പിച്ച് ശ്രീജ ഒരു ജഗ്ഗിലാക്കി മേശപ്പുറത്ത് കൊണ്ടുവച്ചു. 2 പ്ലേറ്റും 2 ഗ്ലാസും അവൾ മേശപ്പുറത്ത് വെച്ചിരുന്നു. വെള്ള പൈജാമയും പിടിച്ച് കിടക്കുന്ന ടോപ്പുമായിരുന്നു അവളുടെ വേഷം. കുളി കഴിഞ്ഞ് ഏറെ മുടി വിതിർത്തിട്ടിരിക്കുന്നു. പ്രസാദട്ടിരിക്കെ, ഞാൻ വിളമ്പിത്തരാം. അയാളുടെ മുന്നിലേക്ക് പ്ലേറ്റ് എടുത്തു വെച്ചിട്ട് അവൾ പാഴ്സൽ തുറന്നു. നീയും ഇരിക്കെ. അയാളുടെ എതിർവശത്തുള്ള കസേരയിലാണ് അവൾ ഇരുന്നത്. ഹേമന്തിനെക്കുറിച്ച് അറിഞ്ഞത് പറ പ്രസാദേട്ടാ, എനിക്ക് കേൾക്കണം. കഴിക്കുന്നതിനിടയിൽ അവൾ ആവശ്യപ്പെട്ടു. അവനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അവൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്ന് അയാൾക്ക് മനസ്സിലായി. പറയാം, അവൻ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. ശ്രീജ ഞെട്ടലോടെ അയാളെ നോക്കി. എന്തിന്? അവന് ഇതിനേക്കാൾ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി. എവിടെ? കോയമ്പത്തൂരിലാണെന്ന് അറിഞ്ഞത്. അത്രയേ ഉള്ളൂ. ഞാനങ്ങ് പേടിച്ചു പോയി. കല്യാണം കഴിഞ്ഞാലും ആഴ്ചയിലൊരിക്കൽ വരാമല്ലോ. കോയമ്പത്തൂർ അത്ര ദൂരെയല്ലല്ലോ. അതൊക്കെ നിൻ്റെ ഇഷ്ടം, അയാൾ ഉൾക്കമട്ടിൽ പറഞ്ഞു. എന്നിട്ടും പ്രസാദേട്ടന് സത്യം പറയാൻ എന്തോ മടി. എന്തിനായിരിക്കും ഹേമന്ത് കമ്പനിയിൽ നിന്ന് രാജിവെച്ച് പോയത്? എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടാണോ? പ്രസാദേട്ടൻ പറഞ്ഞതെല്ലാം നുണയാണ്. ഹേമന്ത് ജോലി രാജിവെച്ചിട്ടുമില്ല, കോയമ്പത്തൂരിലേക്ക് പോയിട്ടുമില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹേമന്ത് അത് പറയാതിരിക്കില്ല. 2 പേരും ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകി. അപ്പോഴാണ് ശ്രീജയുടെ മുറിയിൽ അവളുടെ മൊബൈൽ ബെല്ലടിച്ചത്. അവൾ വേഗം ചെന്ന് അതെടുത്ത് നോക്കി. ഹോസ്റ്റലിലെ അവളുടെ റൂംമേറ്റ് വന്ദനയാണ് വിളിച്ചത്. ഹലോ വന്ദന. അവൾ കോൾ എടുത്തു. താനിന്ന് വരുമെന്നല്ലേ പറഞ്ഞത്, പിന്നെന്ത് പറ്റി? അവസാന നിമിഷം പ്ലാൻ മാറ്റി, നാളെ രാവിലെ വരും. അക്കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാ. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശ്രീജയ്ക്ക് ഒരു ബുദ്ധി തോന്നിയത്. ഒരു ചെറിയ സൂത്രം പ്രയോഗിക്കാം. ചിലപ്പോൾ പ്രസാദേട്ടൻ ഒളിച്ചു വെച്ചത് പുറത്തു വന്നെന്ന് വരാം. ഒരു ഭാഗ്യ പരീക്ഷണം. അവൾ വേഗം സ്വീകരണ മുറിയിലേക്ക് ചെന്നു. അപ്പോൾ TV ഓൺ ചെയ്തിട്ട് പ്രസാദ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഹേമന്താ വിളിച്ചത്, അവൾ പറഞ്ഞു. ഞെട്ടലോടെ പ്രസാദ് അവളെ നോക്കി. ഹേമന്തോ? എവിടുന്ന്? ഹേമന്ത് നാടുവിട്ട് എങ്ങോട്ട് പോയിട്ടില്ല, ടൗണിൽ തന്നെയുണ്ട്. അങ്ങനെ പറഞ്ഞു അവൻ. അതെ, നാളെ കാണണമെന്ന് പറഞ്ഞു. നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഗുരുവായൂർ യാത്രയില്ലേ, കൂടെ ചെല്ലാമോ എന്ന് ചോദിച്ചു. ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞു. പഴയൊരാഗ്രഹമല്ലേ, സാധിച്ചു കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ, അവൾ സ്വാഭാവികമായ സ്വരത്തിൽ പറഞ്ഞു. നീ അവൻ്റെ കൂടെ ഗുരുവായൂർക്ക് പോവില്ല, ഗൗരവഭാവത്തിൽ പ്രസാദ് പറഞ്ഞു. അതെന്താ പ്രസാദേട്ടന് ഒരു വാശി പോലെ? വാശിയൊന്നുമല്ല, നിന്നെ ഞാൻ അവൻ്റെ കൂടെ വിടത്തില്ല. അതെന്താ, എന്നെ പിടിച്ചു കെട്ടുമോ? വേണ്ടി വന്നാൽ പിടിച്ചു കെട്ടും. എന്തായാലും നിന്നെ ഞാൻ അവന് കൊടുക്കത്തില്ല. ആശ്ചര്യത്തോടെ ശ്രീജ അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്താ പ്രസാദേട്ടാ ഇങ്ങനെ പറയുന്നത്? ഹേമന്തിനെ വിവാഹം ചെയ്യാൻ ഇപ്പോഴെന്താ തടസ്സം? ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ ഹേമന്തിനെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യൂ, വാശിമട്ടിൽ അവളും പറഞ്ഞു. അവനെ ഒഴിച്ച് വേറെ ആരെ വേണമെങ്കിലും നിനക്ക് വിവാഹം ചെയ്യാം. അതിന് എൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും. എനിക്ക് ഹേമന്ത് കഴിഞ്ഞാൽ വേറെ ഒരു പുരുഷനെ മാത്രമേ ഇഷ്ടമുള്ളൂ. അത് പ്രസാദേട്ടനാണ്. കല്യാണം കഴിച്ച ഒരാളിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് തെറ്റല്ലേ, കളിമട്ടിൽ അവൾ പറഞ്ഞു. അയാൾ ഒരക്ഷരം പോലും പറയാനാവാതെ സ്തബ്ധനായി നിന്നു. ശ്രീജ ഇങ്ങനെയൊക്കെ പറയുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്നെയോ? നീ എന്തിനാ എന്നെ ഇഷ്ടപ്പെടുന്നത്? അങ്കലാപ്പോടെ പ്രസാദ് ചോദിച്ചു. പ്രസാദേട്ടനെ പോലെ ഒരു ഭർത്താവിനെയോ എനിക്ക് വേണ്ടത്. കവിതേച്ചി എന്തൊരു ഭാഗ്യവതിയാ. 2 പേരും പിണങ്ങുന്നത് ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. അവൾ പറഞ്ഞത് കേട്ട് ഒരു പ്രത്യേക അനുഭൂതി പ്രസാദിനുണ്ടായി. അയാൾ മിണ്ടിയില്ല. കല്യാണം കഴിഞ്ഞ് ഹേമന്തുമൊത്ത് നിങ്ങളെപ്പോലെ ജീവിക്കണമെന്ന എൻ്റെ ആഗ്രഹം. അത് നടക്കില്ല ശ്രീജയ്. അതെന്താ? അവൻ വേറൊരു പെണ്ണുമായി അടുപ്പത്തിലാണ്, ഒടുവിൽ പ്രസാദിന് പറയേണ്ടി വന്നു. ഏത് പെണ്ണ്? വിശ്വാസം വരാതെ അവൾ ചോദിച്ചു. നീ അറിയില്ല, എറണാകുളത്ത് അവളുടെ വീട്. പ്രസാദേട്ടൻ എങ്ങനെ അറിഞ്ഞു ഇക്കാര്യം? അവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അത് നുണയാണ്, ഞാൻ വിശ്വസിക്കില്ല. ഹേമന്ത് അങ്ങനെയൊന്നും പോകുന്ന ആളല്ല. എന്നെ വിശ്വാസമില്ലേ നിനക്ക്? പ്രസാദേട്ടൻ്റെ വിശ്വാസമാണ്, പക്ഷേ ഹേമന്ത് അങ്ങനെ പറഞ്ഞത് നുണയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല ശ്രീജയ്, സത്യമാണ്. അവളുടെ പേര് രജനി എന്നാണ്. അവൾ ചേച്ചിയായ സുജാതയുമൊത്ത് എന്നെ കാണാൻ 2 ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു. എന്തിന്? രജനി പ്രഗ്നൻ്റ് ആണ്. എന്താ പ്രസാദേട്ടൻ പറഞ്ഞത്? കേട്ടത് തെറ്റിയോ എന്ന് സംശയിച്ച് അവൾ ചോദിച്ചു. അവൾ ഗർഭിണിയാണ്. അവൻ അവളെ കല്യാണം കഴിക്കാതെ മുങ്ങിയിരിക്കുകയാണ്. ലോഡ്ജിൽ ചെന്ന് ഞാൻ അന്വേഷിച്ചു. അവൻ റൂം വെക്കേറ്റ് ചെയ്ത് എങ്ങോട്ടോ പോയി. ഒരു നിമിഷം ശ്രീജ ഒരു പ്രതിമ പോലെ നിന്നു. പിന്നെ പെട്ടെന്ന് അവൾ ബോധരഹിതയായി നിലത്തേക്ക് വീണു. ശ്രീജയ്! പ്രസാദ് അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. എത്ര വിളിച്ചിട്ടും അവൾ കണ്ണു തുറന്നില്ല. അയാൾ ഒരു മഗ്ഗിൽ തണുത്ത വെള്ളം എടുത്തു കൊണ്ടുവന്ന് അവളുടെ മുഖത്ത് അല്പം തെളിച്ചു.
അവൾ ഉണർന്നില്ല. പ്രസാദ് അവളെ ഇരു കൈകൾ കൊണ്ട് കോരിയെടുത്ത് അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അയാളുടെ മനസ്സ് അറിയാതെ ഒന്ന് പിടഞ്ഞു. കഥ തുടരും.